എൻ്റെ മോള് വേർജിൻ എന്താന്ന് മീനിങ് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടി. എവിടുന്നാണ് വേർഡ് കിട്ടിയെന്ന് ചോദിച്ചപ്പം ക്രിസ്മസ് കാരലിൽ നിന്നാണ്. ഒരു നെർവസ്നെസ്സിൽ ഇവർ പറയാ, ഇവനും ഇങ്ങനെ നെർവസ് ആയിട്ടിരിക്കും. കുറെ നേരം ഇവരെന്തോ ലെക്ചർ അടിച്ചു കഴിഞ്ഞപ്പോഴും പറയാം, മമ്മിക്ക് മെൻസ്ട്രുവൽ കപ്പ് ഒന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ല. സോ ഞാനും ആക്സിഡന്റൽ എക്സ്പോഷറിൽ പോൺ കണ്ട ആളാണ്. ഇങ്ങനെയായിരുന്നോ എന്നായിരുന്നു എൻ്റെ റെസ്പോൺസ്. ഈ വന്ദനത്തിൽ മോഹൻലാൽ പോലെ അതുപോലെ ഞാനൊന്ന് ബസ്സിൽ പോയത്. ഞാൻ ഹിസ്റ്ററി നോക്കി കുറേ സൈറ്റ്സിലോട്ട് പോയിട്ടുണ്ട്. ശരിയടാ, നീ സെക്സ് പറ്റി പേസിരിക്കீங்களா? பேசுறேன். அப்போ செக்ஸ் பற்றி பேசாமல் எப்படிரா பான் பற்றி பேசுறது? ஹவு வில் யூ டாக் அபவுட் பான் വിതൗട്ട് ടോക്കിംഗ് അബൌട്ട് സെക്സ്? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പിന്നെ സ്കൂളുകളും, ബിക്കോസ് നമുക്കിപ്പം പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പാരന്റിങ്, നമ്മൾ അതിനെപ്പറ്റി പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ചർച്ച ചെയ്യപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ. നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളുടെ ശരീരം, ബന്ധങ്ങൾ, മാനസിക ആരോഗ്യം, ഇവയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ എപ്പിസോഡ് മുഴുവനായും കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സ് ആയും റീൽസ് ആയും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. ഈ ഫുൾ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. ഇന്ന് 42 പോഡ്കാസ്റ്റിൽ നമ്മളോടൊപ്പം ഉള്ളത് മായാസമ്മ എന്ന പേരിൽ പലർക്കും സുപരിചിതയായ സ്വാതി ജഗദീഷ് ആണ്. സോ സ്വാതി, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. ആരാണ് സ്വാതി? എന്താണ് മായാസമ്മ? എൻ്റെ പേര് സ്വാതി ജഗദീഷ്. സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. PhD ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കല്യാണമൊക്കെ കഴിക്കുന്നത്. കുഞ്ഞായി കഴിഞ്ഞിട്ട് ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ് ടു ദിസ് വേൾഡ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, ലാക്ടേഷൻ, പിന്നെ അതുപോലെ പോസ്റ്റ്പാർട്ടം, പേരൻറ്റിങ്, സെക്സ് എഡ്യൂക്കേഷൻ. സോ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് സൈക്കോളജിയുടെ ഭാഗം ആയിരുന്നില്ല എന്ന ഒരു ഷോക്ക് കിട്ടി. അപ്പം ഞാൻ ഓർത്തു, ഏതായാലും നമ്മൾ സൈക്കോളജി ഫീൽഡിലാണ്, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ള പണി. അപ്പം ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങാം എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. കൂടെ തന്നെ എൻ്റെ ലാക്ടേഷൻ കൗൺസിലിംഗ് പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇന്ന് ആളുടെ വീട്ടിൽ പോയി, അവിടെ അവർ ബേബിയെ ഒത്തിരി വിഗറസ് ആയിട്ട് മസാജ് ചെയ്യുമായിരുന്നു. ആ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കാമല്ലോ, അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ ഇപ്പം മദർ ഇൻ ലോയുടെ ഇൻഫ്ലുവൻസ് കാരണം ഒരു കുട്ടി ഒരു 3 months തന്നെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തേണ്ടി വന്നു, ഫോമിൽ കൊടുക്കേണ്ടി വന്നു, നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ലാക്ടേഷൻ കൗൺസിലിംഗ് എന്നുള്ളത് ഒരു 12 years മുമ്പ് അത്ര പോപ്പുലർ, ഇന്നും കുറേ പേർക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ഇന്ന് കുറേ അവയർനെസ് ഉണ്ട്. അന്ന് ഭയങ്കര ന്യൂ ആയിരുന്നു ആ ഫീൽഡ്. അപ്പോൾ എന്തോ ഈ ലാക്ടേഷൻ കൺസൾട്ടൻറ്റ് ചെയ്യുന്നത്, ഇവരുടെ പണി എന്തുവാ, ഇവർ വീടുകളിലൊക്കെ പോവുമോ, അത് ഇവരുടെ അടുത്തോട്ടാണോ ക്ലയൻറ്റ് വരുന്നത് എന്നൊക്കെ ആളുകൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതങ്ങനെ കത്തിക്കയറി. അങ്ങനെ ഞങ്ങൾ അന്നൊരു NGO നടത്തുന്നുണ്ടായിരുന്നു, ഞാനും എൻ്റെ മമ്മി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന്. ബ്രസ്റ്റ് മിൽക്ക് ഡൊണേഷൻ്റെയും പിന്നെ അതുപോലെ തന്നെ പേരൻറ്റിങ് അവയർനെസ് ക്യാമ്പയിൻസ്, പിന്നെ മെൻസ്ട്രൽ ഹെൽത്തിൻ്റെ ക്യാമ്പയിൻസ്, സെക്സ് എഡ്യൂക്കേഷൻ, സേഫ്റ്റി ക്ലാസ്സസ്, ഇതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. കോയമ്പത്തൂർ പേരൻറ്റിങ് നെറ്റ്വർക്ക് എന്നായിരുന്നു ഗ്രൂപ്പിൻ്റെ പേര്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാമ്പയിനുകൾ, അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെയൊക്കെ പോസ്റ്റുകളൊക്കെ എനിക്ക് ഇടാമല്ലോ, നമ്മൾ ഇതിനടുത്ത് പോയി ഇന്നത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ അതൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വന്നപ്പം അതങ്ങനെ ഒരു പോപ്പുലർ പേജായി മായാസമ്മ എന്നുള്ള പേരിൽ. ഞാൻ വെറുതെ ഇവളുടെ കാര്യങ്ങളും എൻ്റെ പേരൻറ്റിങ് ജേണിയൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി മായാസമ്മ എന്ന് പേരിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഒന്നിനു പിറകെ ഒന്നിങ്ങനെ ഓർഗാനിക്കലി എന്തെങ്കിലുമൊക്കെ പുതിയ സബ്ജക്റ്റുകളിലോട്ടൊക്കെ അങ്ങ് പോയി ആളുകൾക്ക് ഇഷ്ടമായി. പിന്നെ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഫോണിലായിരുന്നല്ലോ, അപ്പം ഒത്തിരി പേരിലോട്ട് റീച്ച് ആ സമയത്ത് വന്നു. അതാണ് മായാസമ്മ. ഫസ്റ്റ് ടൈം പാരൻസിനാണ് ഈ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അടുത്തടുത്ത കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഉള്ളൊരു ഇതുണ്ടാകുക. കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? അന്നേരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു? ഇല്ല, ഞാൻ സൈക്കോളജി കഴിഞ്ഞപ്പോൾ ഫുൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലായിരുന്നു. എനിക്ക് ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിലായിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന മുഴുവൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീൽഡിലായിരുന്നു. എനിക്കങ്ങനെ കൗൺസിലിംഗ്, തെറപ്പി ആ സൈഡിലോട്ടൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഐ വാസ് പാർട്ട് ഓഫ് ട്രെയിനിങ് ഓർഗനൈസേഷൻസ്. എനിക്ക് ക്ലാസ് എടുക്കലായിരുന്നു കൂടുതൽ ഇഷ്ടം. എന്ത് ടോപ്പിക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് ചെറുപ്പത്തിലേ ഇഷ്ടമായിരുന്നു. അപ്പം ഈ ലാക്ടേഷൻ ഇതിലോട്ടൊക്കെ കയറുമ്പോഴും ഐ കെപ് കണ്ടിന്യൂയിങ് ദീസ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഞാൻ കൂടുതലും ക്ലാസ്സസ് ആണ് എടുക്കുന്നത്. ഇപ്പോഴാണെങ്കിലും ക്ലാസ്സസ് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത ആപ്പിൽ വെച്ചിട്ടുണ്ട്, മായാസമ്മ ആപ്പിൽ. സോ അതിൽ പോയി ആളുകൾക്ക് അത് ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. മുമ്പേ പറഞ്ഞില്ലേ, ഒരു 3 months ആയ ബ്രസ്റ്റ് ഫീഡിങ് കുഞ്ഞിനെ അമ്മയുടെ ഇടപെടൽ കൊണ്ട് നിർത്തേണ്ടി വന്നു. അതെന്താ സംഭവം? വെരി ക്യൂരിയസ്. സോ ബേസിക്കലി നമ്മളുടെ മുമ്പ് വന്നിരിക്കുന്ന ഒരു 2 ജനറേഷനിൽ ബോട്ടിൽ ഫീഡിങ്ങും ഫോർമുല ഫീഡിങ്ങും
കുറേയേറെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ സമയത്ത് 60s 70s അതിൻ്റെ ഒരു കുറേ സാധനങ്ങളുടെ ഒക്കെ ആഡ്സ് ഒക്കെ നമ്മൾ ആ സമയത്ത് കണ്ടതുകൊണ്ടായിരിക്കാം. അന്നേരം ചബി ബേബീസിനെ ഒക്കെ കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ബേബി ആക്കി എടുക്കണം എന്നുള്ള ഒരു തോട്ടിൽ, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇത് നല്ലതായിരിക്കും, ബെറ്റർ ആയിരിക്കും. ആരും ചീത്ത വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഇൻറ്റൻഷൻസ് ആർ ഓൾവേസ് ഐ തിങ്ക് ഇൻ ദ റൈറ്റ് പ്ലേസ്. അപ്പം അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഞാനൊക്കെ ഫുള്ള് ഈ സെർലാക് ബേബി, ഫാരക്സ് ബേബി എന്നൊക്കെ പറയുന്ന പോലെ, അമുൽ ബേബി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ബേബി ആയിരുന്നു. പിന്നെ ബോട്ടിൽസും പീപ്പിൾ ഫെൽ വെരി കൺവീനിയൻറ്റ്. കാരണം അമ്മമാർക്കാണെങ്കിലും ജോലിക്കൊക്കെ പോകാനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട്ടിൽ കൊടുത്തോളൂല്ലോ. നമുക്ക് മുമ്പ് വന്ന ഒരു 2 ജനറേഷനിൽ ഒത്തിരി ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഞാൻ ലാക്ടേഷൻ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ വരുന്ന ലേഡീസ് എൻ്റെ ജനറേഷൻ ആണെങ്കിൽ അവരുടെ അമ്മമാർ ഒത്തിരി നാൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ആ ജനറേഷനുള്ള ലേഡീസിന് ആർക്കും തന്നെ ഇത് എന്തോന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് മോളെയും കൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അല്ലെങ്കിൽ അവരങ്ങ് ഗൈഡ് ചെയ്താൽ പോരെ. പിന്നെ ഞാൻ വേറൊരു ട്രെൻഡും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ കുറച്ച് കുറവായിരുന്നായിട്ട് കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കുറെ കൂടെ 2-3 years ബ്രസ്റ്റ് ഫീഡ് ചെയ്ത ആളുകളെ ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ വർക്കിംഗ് വിമൻ ആ സമയത്ത് അവിടെ കുറവായിരുന്നതുകൊണ്ടായിരിക്കാം, കേരളത്തിൽ കുറച്ചുകൂടെ ഉള്ളതുകൊണ്ടായിരുന്നിരിക്കാം. സോ അങ്ങനെ വരുമ്പോൾ അവർക്കത് കൊടുക്കാൻ പറയാൻ തോന്നുന്നു. എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പം എങ്കിൽ പിന്നെ അതങ്ങ് കൊടുത്താൽ പോരെ, നിനക്ക് ഇത്രയും വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, എന്തായാലും വേദന എടുക്കുന്നുണ്ട്, അല്ലെ എന്തായാലും കൊച്ചു ഭയങ്കര കരച്ചില്ല, ചിലപ്പോൾ പാല് കുറവായിരിക്കും, നീ അങ്ങ് ഇത് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുക്കുക എന്നുള്ള ഒരു പുഷ്, ജെന്റിൽ പുഷ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമ്പോൾ അമ്മമാർക്ക് ഉണ്ടാവുന്ന ആ ബുദ്ധിമുട്ട് കാരണം അവരും ദേ ജസ്റ്റ് ഗിവ് ഇൻ സംടൈംസ്. കാരണം ഉറക്കം കിട്ടുന്നില്ല, ടയേർഡാണ്, തിരിച്ചെപ്പോഴാ ജോലിയിലോട്ട് കയറാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു വേവലാതിയും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുള്ളപ്പോൾ ഒരു കൺവീനിയൻസ് ആയിട്ട് വരുന്നതല്ലേ ഇത് മുമ്പിൽ. ആരും ഇഷ്ടമുള്ളതുകൊണ്ട് കൊടുക്കുന്നതല്ല, കൺവീനിയൻസ് കാരണവും ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ഏർപ്പെടുന്ന ഡിഫിക്കൽട്ടീസ് കാരണവും കൊടുക്കുന്നതാണ്. അങ്ങനെ അമ്മായിമ്മമാരുടെ ഇൻഫ്ലുവൻസിൽ കുറേ പേര് കൊടുക്കാൻ തുടങ്ങി. ഇൻഫ്ലുവൻസിൽ പ്രഷർ കാരണം എങ്കിൽ പിന്നെ ആയിക്കോട്ടെ, കുറച്ചെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് കൊടുക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ ഡിമാൻഡ് സപ്ലൈ ആണ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് കുറയുമ്പോൾ സപ്ലൈ കുറയും. അപ്പോൾ ഇവൻച്വലി 3-4 months എന്തായാലും കുറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് അവർ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. വാട്ട് ഈസ് ദ റൈറ്റ് വേ ടു ഫീഡ് എ ബേബി? ബ്രസ്റ്റ് ഫീഡിങ് എപ്പോഴും ഓൺ ഡിമാൻഡ് ആണ്. ബേബീസ് ഡിമാൻഡിനനുസരിച്ച് കൊടുക്കുക. ഫോർമുല ഫീഡിങ് ഇപ്പോൾ നമ്മൾ 2 hours once എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, ആൻഡ് അളന്ന് കൊടുക്കാൻ പറ്റും ആ സമയത്ത്. ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെയല്ല. കാരണം ഓരോ സമയവും കുഞ്ഞ് വരുന്ന ഓരോ റീസണിനായിരിക്കും. മിൽക്കിന് വേണ്ടി മാത്രമല്ല, കംഫർട്ടിന്, ഐ വോണ്ട് ടു ബി സൂത്ത്ഡ് ഫോർ സം ടൈം, ഓർ ഐ വോണ്ട് ടു സ്ലീപ്പ് ഓഫ്, ഉറങ്ങാൻ വേണ്ടിയിട്ട് ദേ കൻ കം, അല്ലെങ്കിൽ കുറേ നേരമായല്ലോ അമ്മയെ ഒന്ന് മണത്തിട്ട് എനിക്ക് ഈ ഒരു വാംത്ത് വേണം. സോ പല റീസൺസിനാണ് നമ്മളടുത്തോട്ട് വരുന്നത്. ബവലൊന്ന് പുഷ് ചെയ്യാനായിട്ട് പോലും വരും. അതുകൊണ്ടാണ് കുറേ ബേബി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അപ്പിടുന്നതിൻ്റെ റീസൺ. സോ പല റീസൺ അവർ വരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഓൺ ഡിമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു റീസെൻ്റ്ലി അച്ഛനാവാൻ പോകുന്ന ഒരാളാണ്. ലൈക്ക് വി ആർ പ്രഗ്നൻ്റ്. അപ്പം ഇപ്പം തന്നെ ആൾക്കാർ ഒരുപാട് ഉപദേശം തുടങ്ങി. കുഞ്ഞ് വരുമ്പോൾ പാല് എങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. ലൈക്ക് ആക്ച്വലി കുറച്ച് കൺഫ്യൂഷൻ അതുകൊണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. ലൈക്ക് വാട്ട് ഈസ് ദ റൈറ്റ് ഇൻഫർമേഷൻ? അതാണ് ഞാൻ മുമ്പേ ചോദിച്ചത്, എന്താണ് റൈറ്റ് ഇൻഫർമേഷൻ വെൻ യു ഫീഡ് എ ബേബി? അപ്പോൾ ലൈക്ക് യു ഹാവ് എൻകൗണ്ടർഡ് ഒരുപാട് ആൾക്കാർ. അപ്പം ആ സ്റ്റോറീസൊക്കെ വെച്ച് നോക്കുമ്പം മിസ്ഇൻഫർമേഷൻ, ഇതുപോലെ പലരുടെ അഭിപ്രായം കേട്ട് കുളമാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. മിസ്ഇൻഫർമേഷൻ, വിയേർഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ആയത്, എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടി, അവർ ഒരിക്കലും ബ്രസ്റ്റ് ഫീഡിങ് ഇൻഫർമേഷൻ കൊണ്ട് നിർത്തുന്നില്ല. അവർ പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ച്, അക്കാ കരിയർ എപ്പോഴാ സ്റ്റാർട്ട് பண்ணுறது, എപ്പോൾ വേലയ്ക്ക് പോകலாம், എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടോ. അമ്മായിമ്മ ഇങ്ങനെ പറഞ്ഞു, മൂത്ത കൊച്ച് ഭയങ്കര ഇതാണ്, ഞാൻ അവന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടില്ല, ഇതിനെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. അപ്പോൾ ഒരു സിബ്ലിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, പിന്നെ ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇഷ്യൂസ്, സപ്പോർട്ടീവ് അല്ല എന്നുള്ള ഇഷ്യൂസ്, പിന്നെ സ്വയം തോന്നുന്ന സെൽഫ് എസ്റ്റീമിൻ്റെ ഒരു പ്രശ്നം, എൻ്റെ ബോഡി ഇങ്ങനെ മാറിപ്പോയല്ലോ, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാം പറയും. ഒരു പ്രോപ്പർ 3 hour 4 hour സിറ്റിംഗ് ഒക്കെയാണ് ഓരോന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി പറഞ്ഞാണ്, അവൾക്ക് കയ്പുള്ള ആഹാരങ്ങൾ ഭയങ്കര ഇഷ്ടം അത്രേ. ആൻഡ് ഷീ ഈസ് ഓൾവേസ് ബിൻ ദിസ് വിയേർഡോ. അവളുടെ ക്ലാസ് റൂമിലൊക്കെ അവൾ പാവയ്ക്കൊക്കെ വെറുതെ ഇരുന്ന് കടിച്ച് തിന്നും, പച്ചയ്ക്കൊക്കെ ചിക്കൻ ഈറ്റ്. അപ്പോൾ ഞാനും ക്യൂരിയസ് ആയി, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണേ, ബ്രസ്റ്റ് ഫീഡിങ് നിർത്താനായിട്ട് കയ്പുള്ള എന്തോ സാധനം അവരുടെ അമ്മ ബ്രസ്റ്റിൽ പുരട്ടി പാല് കൊടുത്തപ്പോഴും അവൾ കുടിച്ചു അത്രേ കണ്ടിന്യൂസ് ആയിട്ട്. കാരണം അവള് നിർത്തുന്ന സ്റ്റേജിലുള്ള കുഞ്ഞിന് അങ്ങനെ കൊടുക്കുന്നത് ഡിഫറെൻ്റ് ദാൻ നിർത്താൻ ഒരു പ്ലാനും ഇല്ലാത്ത സ്റ്റേജിലുള്ള കുഞ്ഞിന് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പം മാക്സിമം ആളുകൾ അവേഴ്സീവായിട്ട് നിർത്താനാണ് സാധ്യത. കാരണം അതൊരു ഷോക്കാണ് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും നാൾ ഞാൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് പോയിരുന്നൊരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത് ഭയങ്കര ഒരു ഷോക്കാണ് നെർവസ് സിസ്റ്റത്തിന് തന്നെ. ബേസിക് ട്രസ്റ്റ് ഇഷ്യൂസ് തുടങ്ങുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ലേഡി പറഞ്ഞത് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് എനിക്കത് ഇന്നും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷവും മനസ്സിൽ, അത് നമ്മുടെ നെർവസ് സിസ്റ്റം എത്ര സ്ട്രോങ് ആന്നേ. ഒരു സാധനം ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിയാലും
വെൻ ഐ കണ്ടിന്യൂ എനിക്ക് ആ കയ്പുള്ള കാര്യം പോലും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നിയൊരു കാര്യമാണ്. സോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരു കാരണവശാലും ഒരു ഷോക്ക് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങളിൽ. ഗ്രാജുവലായിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ നിന്നും വീനിങ്, ആ പ്രോസസ്സിന് പറയുന്ന വീനിങ് ചെയ്യിപ്പിച്ചെടുക്കാൻ ഡോക്ടർ ജെ ഗോർഡൻ എന്ന് പറഞ്ഞൊരു പീഡിയാട്രിഷ്യൻ തന്നെ കുറേ മെത്തഡോളജീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞുതരാമോ? അതായത് ജെന്റിൽ വീനിങ് സ്ട്രാറ്റജീസ് എന്നാണ് പുള്ളി പറയുന്നത്. അതായത് 2-2.5 വയസ്സൊക്കെ ആകുമ്പോൾ, അതായത് കുഞ്ഞിന് അതിനോട് മനസ്സിലാവുന്ന ആ ഒരു ചെറിയൊരു ഫേസ് വരുമ്പം നമുക്ക് ഈ ഫീഡ് അങ്ങ് സ്കിപ്പ് ചെയ്താലോ, അടുത്ത ഫീഡ് അമ്മ തരാം, ഇപ്പൊ കുഞ്ഞ് കളിക്ക്, അങ്ങനെ ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻ സ്ട്രാറ്റജീസ് വിത്തൗട്ട് റിയലി ഹാമിങ് ദ ചൈൽഡ്. അല്ലെങ്കിൽ കിടക്കാൻ നേരത്താണെങ്കിൽ തന്നെ ഇത്തവണ അമ്മ തട്ടി ഉറയ്ക്കും, ഇത്തവണ അമ്മ സ്റ്റോറി പറയാട്ടോ, എന്നിട്ട് മിഡ് നൈറ്റിൽ എണീക്കുമ്പോൾ അമ്മ ഫീഡ് തരാം. അങ്ങനെ. അല്ലെ ദുദു ഉറങ്ങാൻ പോയിട്ടോ, ഇപ്പോ പാപ്പ ഉറങ്ങാൻ പോയിട്ടോ, അങ്ങനെ ഉള്ള എന്ത് പറയാം, എങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്ത് പയ്യെ കുറച്ചെടുക്കുക എന്നുള്ള കുറേ സ്ട്രാറ്റജീസ് പുള്ളി തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്താൽ തന്നെ കുറേ ടിപ്സ് കിട്ടും നമുക്ക്. പിന്നെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ആവാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്കൊക്കെ അതാണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയത്. 4 കൊല്ലത്തോളം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവരും തന്നെ 3, 4, 5 ഒരു കുട്ടി 6 വയസ്സ് വരെയൊക്കെ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഗ്യാങ്ങിൽ. ആ ഗ്രൂപ്പാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ഫോർ ഇന്ത്യൻ മദേഴ്സ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. ഫേസ്ബുക്കിലാണ്. അപ്പം ബാക്കിയുള്ളവരുടെ കഥകളും അവരുടെ എക്സ്പീരിയൻസസും, ഇവരിങ്ങനെ ചെയ്തു അല്ലേ, അപ്പം ഞാനും അങ്ങനെ ട്രൈ ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള ടിപ്സ്. കാരണം നമുക്കിന്ന് ആ കമ്മ്യൂണിറ്റി ഇല്ല. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഇന്ന് എവിടെ ഈ വില്ലേജ്? എല്ലാവരും ഇങ്ങനെ കുഞ്ഞു ഫാമിലി ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾക്കും വലിയ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുമ്പം നമുക്കൊരു കമ്മ്യൂണിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്ന് കാണാൻ. ഇൻഫാക്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കുറേ പേര് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് ഇടുമായിരുന്നു ട്രെയിനിലും പിന്നെ അമ്പലത്തിലും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആദ്യം ഇവരെന്താ ഈ ഫോട്ടോ ഇടുന്നത്, ഇതിൻ്റെ ഫോട്ടോയുടെ ആവശ്യമുണ്ടോ? പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് വെളിയിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് മടിയായി, പേടിയായി, ആങ്സൈറ്റി ആയി. ആരെങ്കിലും ചോദിക്കുമോ, ഫീഡ് ചെയ്യണ്ടെന്ന് പറയുമോ, എണീറ്റ് പോകാൻ പറയുമോ, ഞാനെങ്ങനെ ഫീഡ് ചെയ്യുക, എന്താ ഡ്രസ്സ് ഇടുക, അങ്ങനെയുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ഈ ഫോട്ടോസ് എനിക്കൊരു നല്ല റെഫറൻസ് ആയിരുന്നു. അവരൊക്കെ അങ്ങനെ ഫീഡ് ചെയ്തല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ലല്ലോ, അതല്ലേ. എൻ്റെ അഡൾട്ട് ലൈഫിൽ ഞാനെങ്ങും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അവരൊക്കെ ഡിസ്ക്രീറ്റ് ആയിട്ട് ഫീഡ് ചെയ്ത് കാണുമായിരിക്കും, എനിക്കറിയത്തില്ല, ഞാൻ കാണാതെ പോയതായിരിക്കും ചിലപ്പോൾ. പക്ഷേ അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അങ്ങനെ വന്നപ്പം കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട് ഞാൻ അതിൽ കണ്ടു. അപ്പം ഞാനാണെങ്കിൽ തന്നെ റെഗുലറായിട്ട് അതിൽ പോസ്റ്റ് ഇടുമായിരുന്നു. ഞാൻ വെളിയിൽ പോവാണ്, ഞാൻ കഫേ പോവാണ്, ഞാൻ ബേബിയെ കാരിയറിലിട്ടിട്ട് ഞാൻ പോയി കോഫി കുടിക്കും. അപ്പോൾ ഒരു യങ് മദർ അതൊന്ന് കാണുമ്പം നമ്മുടെ ലൈഫ് നമ്മൾ ഇതിനു വേണ്ടി കളയേണ്ട കാര്യമില്ല അല്ലേ, ആ ലേഡി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ലൈക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ലൈക്ക് ഈ പമ്പിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വർക്കിംഗ് മദേഴ്സിന് നല്ലൊരു വേ ടു കണ്ടിന്യൂ ബ്രസ്റ്റ് ഫീഡിങ് ആണ് ഈ പമ്പിങ് ഉള്ളതുകൊണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ചിലർക്കൊക്കെ 12 weeks ഒക്കെ ലീവ് ഉള്ളൂ. അപ്പോൾ ആ 3 മാസം കഴിയുമ്പം ദേ വോണ്ട് ടു കണ്ടിന്യൂ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഫോർ 6 months എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോരം ഫീഡാണോ കുഞ്ഞെടുക്കുക അത്രയും പ്രീവിയസ് ഡേ പമ്പ് ചെയ്തിട്ട് അത് തെർമൽ ഇൻസുലേഷൻ ബാഗിൽ ആക്കി ഐസ് ഡ്രൈ ഐസോ എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരിക, റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുക. വീട്ടിൽ ആരാണുള്ളത് ആ മിൽക്ക് തോ ചെയ്ത് റൂം ടെമ്പറേച്ചറിലാക്കി ബേബിക്ക് കൊടുക്കാം. നമ്മൾ ആ ലേഡി അന്നത്തെ ദിവസം പമ്പിങ് കണ്ടിന്യൂ ചെയ്യുന്നു, അത് നെക്സ്റ്റ് ഡേ അതുപോലെ വീട്ടിലുള്ളവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പോകുന്നതിന് മുമ്പും തിരിച്ചു വരുമ്പോഴും നേരിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇത് മദേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ 6 months ശേഷമാണെങ്കിലും ചിലർ ജോലിക്ക് പോകുമ്പോൾ ഐ വോണ്ട് ടു കണ്ടിന്യൂ, എനിക്കിനി ഫോമിലൊന്നും കൊടുക്കേണ്ട 1 year വരെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ ഒരു 7-8 തവണ കുഞ്ഞ് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്നവർ അന്നേരവും ഉണ്ട്. അതിൽ നമ്മൾ ബോട്ടിൽ ഫീഡിങ് പോലെയാണല്ലോ ചെയ്യുക. അപ്പം അങ്ങനെ ഈ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നത് നല്ലതാണെന്നും അല്ലാന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നല്ലൊരു സോ ഇവിടെയാണ് നമ്മൾ ഡിസേൺമെന്റ് എന്ന് പറഞ്ഞൊരു വേർഡ്, അതായത് കറക്റ്റായിട്ടുള്ള ന്യൂആൻസസ്, ചെറിയ ചെറിയ ലെയേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ഒന്നും നല്ലത് ചീത്താന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ റീസൺ ഇതാണ്. സോ ജോലിക്ക് പോകാൻ എന്ന കാര്യത്തിന് അല്ലെങ്കിൽ മെഡിക്കൽ റീസൺസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സർജറി ഉണ്ടെന്നുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങനെ പാല് കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നതിനോട് കൂടെ തന്നെ അതിൻ്റെ ഡ്രോബാക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. അപ്പോഴേ നമുക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ബോട്ടിൽ ഫീഡിങ്ങിനെ കുറിച്ച് ഞാൻ അറിഞ്ഞ പുതിയൊരു ഇൻഫർമേഷൻ, ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അറിഞ്ഞതെന്ന് വെച്ചാൽ പഠിക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ്ങും ബോട്ടിൽ ഫീഡിങ്ങും 2 ഡിഫറെൻറ്റ് ബയോമെക്കാനിക്കൽ പ്രോസസ്സസ് ആണ്. സോ കുഞ്ഞ് യൂസ് ചെയ്യുന്ന ബോൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മസിൽ മൂവ്മെൻറ്റ് ആയിക്കോട്ടെ, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ബ്രസ്റ്റ് ഫീഡിങ് ഇസ് എ ലിറ്റിൽ മോർ ഡിഫിക്കൾട്ട് ദാൻ ബോട്ടിൽ ഫീഡിങ്, ഓർ ബോട്ടിൽ ഫീഡിങ് ഇസ് എ ലിറ്റിൽ മോർ ഈസിയർ എന്ന് പറയാം. അങ്ങനെ വരുമ്പം നമ്മുടെ മസിൽസും ജോ മൂവ്മെൻറ്റ്സും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ കുഞ്ഞ് ചെയ്യുന്ന ആദ്യത്തെ എക്സസൈസ് ഫോർ ദ ഹെഡ് ആൻഡ് നെക്ക് ഡെവലപ്മെൻറ്റ്.
അപ്പോൾ കണ്ടിന്യൂസ്ലി ബ്രസ്റ്റിൽ സക്ക് ചെയ്യുമ്പം ഡെവലപ്പ് ആവുന്ന ജോ പോലെ അല്ല കണ്ടിന്യൂസ്ലി ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പം ഡെവലപ്പ് ആവുന്ന ജോ. ഇത് ഡെന്റിസ്റ്റുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പീഡിയാട്രിഷ്യൻസിനും അറിയായിരിക്കും. പക്ഷേ ഡെന്റിസ്റ്റുകളാണ് ഇതിനെക്കുറിച്ച് മെയിനായിട്ട് അവർ പഠിക്കുന്നുണ്ട്. ആ ജോ ഡെവലപ്മെൻറ്റ് ബോട്ടിലിൻ്റെയും ബ്രസ്റ്റിൻ്റെയും നന്നായിട്ട് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. അപ്പോൾ ബ്രസ്റ്റ് ഫെഡ് കിഡ്സിൻ്റെ ജോ കുറേ കൂടെ വൈഡ്ലി ഡെവലപ്ഡ് ആയിരിക്കും, ഫോർവേഡ് ഗ്രോയിങ് ഫേസ് ആയിരിക്കും. ബോട്ടിൽ ഫെഡ് കിഡ്സിൻ്റെ കുറേ കൂടെ നാരോ ജോ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് കോമ്പൻസേറ്റ് ആവുക എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ബാഗ് കുറേ നാൾ ഇവിടെ തൂക്കിയാൽ ചെറിയൊരു കോമ്പൻസേഷൻ ഉണ്ടാവും, ഇങ്ങനെ ഇരിക്കുന്നവർക്ക് കോമ്പൻസേഷൻ ഉണ്ടാവും. സോ ഈ മൂവ്മെൻറ്റിൻ്റെ കോമ്പൻസേഷൻസ് ഉണ്ട്. സോ മെയിനായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വായുടെ റൂഫില്ലേ, റൂഫ് ബ്രസ്റ്റ് ഫെഡ് കിഡ്സിന് നല്ല വൈഡായിട്ട് ഡെവലപ്ഡ് ആയിരിക്കും. ബോട്ടിൽ ഫെഡ് കിഡ്സിന് കുറച്ചുകൂടെ നാരോ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം അത് അകത്തോട്ട് പോകുന്നുണ്ട്. നാരോ പാലറ്റ് ഉണ്ടാവാൻ ഒത്തിരി റീസൺസ് ഉണ്ട്. നമ്മളിപ്പോൾ ബോട്ടിൽ ഫീഡിങ്ങിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഇതിൻ്റെ കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. പക്ഷെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പം പൊതുവെ ആളുകളുടെ ഒരു വിചാരം ഒക്കെ പല്ലിനല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ മാക്സിമം, അതിനിപ്പോൾ കമ്പിട്ടാൽ പോരെ. പല്ല് ഇങ്ങനെ വരുന്നതിന് വേറെ കുറച്ചൊന്നും ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്പിട്ട് ശരിയാക്കാം. പക്ഷെ പല്ല് മാത്രമല്ല, ഇതൊരു എസ്തെറ്റിക്സിൻ്റെ പ്രശ്നം അല്ല, മാലക്ലോഷൻ്റെ പ്രശ്നം മാത്രമല്ല. ഈ വായുടെ റൂഫ് എന്ന് പറയുന്നതാണ് എയർവേയുടെ ഫ്ലോറ്. സോ വായുടെ റൂഫ് അകത്തോട്ട് കയറി പോകുക എന്ന് പറയുമ്പം എയർവേ നാരോ ആവുകയാണ് അവിടെ. അപ്പോൾ എയർവേ നാരോ ആയി കഴിയുമ്പോൾ കുട്ടിക്ക് സ്ലീപ്പ് ഡിസോർഡർ ബ്രീതിങ് വരാൻ തുടങ്ങും. എന്ന് വെച്ചാൽ കൂർക്കം വലി, വായ തുറന്നിട്ട് ഉറക്കം, ഇങ്ങനെ. സോ അത് കണ്ടിന്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പീഡിയാട്രിക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സ്ലീപ്പ് ആപ്നിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഇഷ്യൂ ആണ്. ദാറ്റ് ലീഡ്സ് ടു കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഒബിസിറ്റി, ഡയബറ്റീസ് വേറെ. കാരണം മൂക്കിലൂടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിലോട്ട് ഫുഡ് റീച്ച് ആവില്ല. അതുപോലെ വായിലൂടെ എയർ എടുത്തു കഴിഞ്ഞാൽ ബ്രെയിനിലോട്ട് ഇനഫ് ഓക്സിജൻ സപ്ലൈ ഇല്ല. സോ വായിക്കൂടെ ബ്രെത്ത് എടുക്കുക എന്ന് പറയുന്ന ഒരു ബാഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസോ പ്രോബ്ലംസോ വരാനുള്ള കാരണം ആവാൻ ഉള്ളതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യണം കുട്ടികളിൽ. അതിന്ന് കുറേ പീഡിയാട്രിക് ഡെന്റിസ്റ്റുകൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വായ് വൈഡാക്കുക, മുകളിലത്തെ പാലറ്റ് വൈഡാക്കുക, അതിനുള്ള അപ്പാരറ്റസുകൾ, എക്സസൈസുകൾ ഒക്കെ കൊടുത്ത് ആ കുഞ്ഞിൻ്റെ ബ്രീതിങ് ശരിയാക്കുന്നുണ്ട്. വിച്ച് മീൻസ് എയർവേ അവർ വൈഡാക്കി കൊടുക്കുന്നുണ്ട്. എയർവേ വൈഡാകുമ്പോൾ പിന്നെ വായടച്ചിട്ട് നല്ലപോലെ ബ്രെത്ത് എടുക്കാൻ തുടങ്ങും. ആൻഡ് ഇതിൻ്റെ സർപ്രൈസിങ് സൈഡ് എഫക്ട്സ് എന്താണെന്നറിയോ? ബെറ്റർ സ്ലീപ്പ് ഇൻ ദ ചൈൽഡ്. കുഞ്ഞിപ്പോൾ പഴയ പോലെ എണീക്കുന്നില്ല മാം, ഇടയ്ക്കിടയ്ക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ബെഡ് വെറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 5-6 വയസ്സുള്ള കുട്ടിയാണെന്ന് അത് നിന്നു എന്ന് പറയാറുണ്ട്. കൂർക്കമലി ഒബ്വിയസ്ലി നിന്നു എന്ന് പറയാറുണ്ട്. പിന്നെ ക്ലാസ്സിൽ കുറച്ചുകൂടി അറ്റൻറ്റീവ് ആണെന്ന് പറയാറുണ്ട്. കാരണം ബ്രെയിനിലോട്ട് ഓക്സിജൻ സപ്ലൈ കുറവെന്ന് പറയുമ്പോൾ 7-8 വയസ്സിൽ ഡാർക്ക് സർക്കിൾസാ കുട്ടിക്ക്, അല്ലെങ്കിൽ എക്സ്ട്രീം ഹൈപ്പർ ആക്ടിവിറ്റി. കാരണം ഇനഫ് ഓക്സിജൻ ഇല്ലെന്ന് പറയുമ്പോൾ ഈ ക്വാളിറ്റി സ്ലീപ്പ് ഇല്ലാഞ്ഞിട്ട് കുട്ടിക്ക് എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല. ചില പേരൻസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ഇവനെ കൊണ്ട് എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല, എവിടെ അടുത്ത സെക്കൻഡ് അവിടെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതൊക്കെ കുറഞ്ഞു എന്ന് പറയാറുണ്ട് വിത്ത് ബെറ്റർ സ്ലീപ്പ്. സോ സ്ലീപ്പിൻ്റെ ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് അത് ഞാൻ ഒത്തിരി കണ്ടത് ഈ ലാക്ടേഷൻ പ്രാക്ടീസിൻ്റെ ഇടയ്ക്കാണ്. ആൻഡ് കുട്ടിയുടെ മുഖമാണെങ്കിൽ ആകെ അങ്ങ് ചേഞ്ച് ആവും കേട്ടോ. നേരത്തെ മുഖം ഭയങ്കര പുറകോട്ടായി കണ്ണൊക്കെ താന്ന് ഒരുമാതിരി ഇരുന്നിട്ട് ഈ എക്സസൈസുകളും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാരറ്റസ് ഇടുവോ എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അവരുടെ മുഖം നല്ലൊരു എന്താ പറയുക, കുറച്ചുകൂടെ വൈഡ് ആവുക, ഈ ഭാഗം വൈഡ് ആവുക, ഇത് മുമ്പോട്ട് വരിക, പല്ലൊക്കെ നല്ല ഓർഡർ ആവുക, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ എനിക്കൊരു പുതിയ വേൾഡ് ഓപ്പൺ അപ്പ് ചെയ്തു ഈ ലാക്ടേഷൻ കൗൺസിലിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ ബോട്ടിൽ ഫീഡിങ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മോശമാണ് നല്ലതാണെന്നല്ല. ഇതൊക്കെ അറിയുന്ന ഒരു പേരൻറ്റ് വിൽ ടേക്ക് എ ബെറ്റർ ഡിസിഷൻ ഓർ എൻ ഇൻഫോംഡ് ഡിസിഷൻ കമ്പയർഡ് ടു ഇത് അറിയാണ്ട് ചെയ്തിട്ട് അയ്യോ ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞു തന്നില്ലല്ലോ, ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ. കാരണം അങ്ങനെ അനുഭവിക്കുന്ന പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മാം ഇതൊന്നും നേരത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കുട്ടിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ബ്രസ്റ്റ് ഫീഡ്, അങ്ങനെയൊക്കെ പറയുന്ന അമ്മമാരെ നമ്മൾ കണ്ടതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇൻഫർമേഷൻ അവിടെ ഇടുവാണെന്നുണ്ടെങ്കിൽ പീപ്പിൾ ക്യാൻ ദെൻ ഡിസൈഡ് വാട്ട് ടു ഡു. ഇപ്പം ഈ ഹോസ്പിറ്റലുകളിലും ഇതുപോലെല്ലാം കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. വരുന്നത് ആകെ 2 ദിവസമാണ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുക. അവിടെ ആകെ 2 ദിവസത്തിൽ ആകെ ഏതെങ്കിലും ഒരു 5-10 മിനിറ്റ് അവർ വന്നിട്ട് ഇങ്ങനെ ചെയ്യണം. ഈ സമയത്ത് അമ്മായിയമ്മയോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ കൂടെ ഇവർ വന്നത് പറയും ഇങ്ങനെ ചെയ്യണം. അവർ പറയും അങ്ങനെയല്ല ഇങ്ങനെയാണ്. അവിടെ വേറൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. അതാകെ 2 ദിവസം മാത്രം നിൽക്കുന്നു, അതിനുശേഷം വീട്ടിൽ പോകുന്നു, പഴയ പ്രാക്ടീസ് തന്നെ വീണ്ടും തുടരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു അവയർനെസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഗ്യാപ്പ്, ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ അത് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും? നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം എൻ്റെ ലാക്ടേഷൻ പ്രാക്ടീസിലും എനിക്ക് ഒത്തിരി അത് കാണേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ സംസാരിക്കാനായിട്ട് റൂമുകളിലോട്ട് പോകുമ്പം അമ്മയും അമ്മായിമ്മ എല്ലാവരും ഉണ്ടാവും അവിടെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് ഞാൻ എന്തോ പറയാൻ പോകുന്നതെന്ന്. അപ്പം ഞാൻ പൊസിഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും WHO എന്തെങ്കിലും റെക്കമെൻഡേഷനോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടാവും. ഞാൻ ലാച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ വേണം ലാച്ച് ചെയ്യിപ്പിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും. പല സിറ്റുവേഷൻസിലും റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവർ പറയാറുണ്ട്, ഇവർ ഇങ്ങനെ കാണിക്കും. അപ്പം ഞാൻ ഇവരോട് എല്ലാവരും ഒന്ന് ഇറങ്ങിപ്പോവോ,
ഹസ്ബൻഡ് മാത്രം നിന്നാൽ മതി, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നിൽക്കുമ്പോൾ ബോഡി ഷെയിം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവൾ വയറ് കണ്ടു 5 മാസം പ്രഗ്നൻ്റ് ആയ പോലെ ഇപ്പോഴും ഇരിക്കുന്നേ. പിന്നെ ഞാൻ പറയേണ്ടി വരുന്നു, ഒരു 7-8 മാസം എടുത്തല്ലേ ആൻറ്റി അങ്ങനെ ആയത്, അതേ സമയം ഒന്ന് കൊടു, അത് ശരിയായിക്കോളും എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ഹവ് സ്റ്റുഡ് അപ്പ് ഫോർ സോ മെനി വിമൻ. ഐ ഹവ് ഹേർഡ് പീപ്പിൾ ടോണ്ടിങ് ആൻഡ് ടീസിങ് ആൻഡ് ഷെയ്മിങ് ദ ബേബി. എപ്പോഴാണ് ജോലിക്ക് കയറാൻ പറ്റുകയെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയും, ഇപ്പം അതല്ല പ്രയോറിറ്റി ആൻറ്റി, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം, ഇപ്പം ഇതല്ലേ പ്രയോറിറ്റി, നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണ്ടേ എന്ന് ചോദിക്കും. പിന്നെ ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണോ എന്നവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. ഇല്ല, അത് കൊടുക്കണ്ട, ഇത് മാത്രം കൊടുത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ബേബിയെ എന്നൊരു കോൺഫിഡൻസ് ഒക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാ എന്ന് പറയും. ചിലപ്പോൾ പറയോ, ഞങ്ങളും പിള്ളേരെയൊക്കെ വളർത്തിയിട്ടുണ്ട്, നമുക്കറിയാം, നമ്മൾ വീട്ടിൽ പോയിട്ട് നോക്കിക്കോളാം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് നിപ്പിൾ ഷീൽഡ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ചിലർ. അത് കുഞ്ഞ് കുടിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ ഫാർമസിയിൽ നിന്ന് ഒരു നിപ്പിൾ ഷീൽഡ് വാങ്ങിച്ചങ്ങ് കൊടുത്തു. അയ്യോ, വെറുതെ നിപ്പിൾ ഷീൽഡ് ഒന്നും യൂസ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അതിൽ നിന്ന് കുഞ്ഞിനെ വീൻ ചെയ്തെടുക്കണം. ഒരു തവണ എന്താ പറ്റിയ വെച്ചാൽ, ഹസ്ബൻഡ് ഇങ്ങനെ ബേബി ഇങ്ങനെ എടുക്കാൻ പോയപ്പം താഴെ ഇടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാളുടെ കൈ ഇങ്ങനെ ഇടറിയിട്ടോ പുള്ളിയുടെ. അപ്പം ഞാൻ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങളിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കോൺഫിഡൻസ് കളഞ്ഞാൽ എങ്ങനെയാ? പുള്ളിക്കും പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ, അപ്പം എടുത്തെടുത്ത് അങ്ങ് പഠിച്ചോളും എന്ന് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഇവർ ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ ഓൾറെഡി ഒരു വൈബ് ഉണ്ട് ഞങ്ങൾക്ക്. എൻ്റെ അടുത്ത് ലാക്ടേഷൻ ക്ലാസ്സിന് വന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം അവർ ഇരുന്നോ കിടന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പൊസിഷനിൽ ഫീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു പോസിറ്റീവ് ഞാൻ കാണാറുണ്ട്. അതായത് അവയർനെസ് കിട്ടിയവർ കുറെ കൂടെ എംപവേർഡ് ആണ്. അപ്പം ഞാൻ ചെല്ലുമ്പോഴേ ദേ ആർ ഫീഡിങ്, ദേ ആർ ലൈക്ക് മാം എല്ലാം ഓക്കെ, നോ പ്രോബ്ലം. അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, ഇവരകത്ത് കയറ്റുണ്ടാന്നുള്ളതും, അല്ലെ ഫീഡ് ചെയ്യുമ്പോൾ ഇവരോട് വെളിയിൽ നിൽക്കണം എന്ന് പറയണമെന്നുള്ളൂ, അല്ലെ ഒരു കമൻറ്റ് പറയുമ്പോൾ തിരിച്ചെങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇവർ ഏകദേശം അറിഞ്ഞ് ചെയ്യുന്ന കുട്ടികൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു സ്റ്റേജിന് മുന്നേ, ഡെലിവറിക്ക് മുന്നേ ഉള്ള സമയത്ത് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നതാണോ ശേഷം കൗൺസിലിംഗ് കൊടുക്കുന്നതാണോ ഏറ്റവും എഫക്റ്റീവ് ഫ്യൂ ആയിട്ടുള്ളത്? തിങ്സ് ചെയ്യാം. ഒന്ന്, അവയർനെസ് ബിഫോർ ഗെറ്റിംഗ് ദ ബേബി. കാരണം നമ്മുടെ കയ്യിൽ ക്രൈയിങ് ബേബി ഒരു ഹ്യൂമൻ ബീങ് ഉള്ളപ്പോൾ നമുക്ക്, ഞാൻ പോകുമ്പോൾ പോലും ഒരു 30-40 മിനിറ്റ്സ് ലിസൺ ചെയ്യാനുള്ള മൈൻഡ് സ്പേസിലൊന്നും ആയിരിക്കില്ല അവർ. ഇതിൻ്റെ പെയിന് അതിൻ്റെ പെയിന് അങ്ങനെ, ദേ ആർ ഓൾ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. സോ മാക്സിമം ഒരു 3rd ട്രൈമസ്റ്ററിൽ നല്ലൊരു ലാക്ടേഷൻ ക്ലാസ്, ബ്രസ്റ്റ് ഫീഡിങ് മാനേജ്മെൻ്റ് ഒരു ക്ലാസ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സോ ഞങ്ങളെപ്പോലുള്ള ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടൻസിൻ്റെ ക്ലാസ്സോ എന്തെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും. കപ്പിൾ ലാക്ടേഷൻ കൗൺസിലേഴ്സിന് എല്ലാവർക്കും അവരുടേതായ ക്ലാസ്സുകളുണ്ട്. പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രീതിങ് പ്രാക്ടീസിൻ്റെ ക്ലാസ്സുകളും, ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റേഴ്സിന് അവരുടേതായ ക്ലാസ്സുകളും എല്ലാം ഉണ്ട്. സോ അത് ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ഒരു അവയർനെസ്, കുട്ടിക്ക് ഗ്രോത്ത് സ്പേർട്സ് വരും, ഗ്രോത്ത് സ്പേർട്സ് വരുന്ന സമയത്ത് ഇത് കൂടുതൽ ടൈം കുടിക്കും, അപ്പോൾ ഒരു 6 വീക്സിൽ ഒരു ഗ്രോത്ത് സ്പേർട്ട് ഉണ്ടല്ലേ എന്നുള്ള അവയർനെസ് ഉള്ള ആൾ ആ 6 വീക്സിൽ കുഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാനിക് ആവത്തില്ല. മനസ്സിലായി. അപ്പോൾ അവർ ഓർത്തിരിക്കുന്നത് ചിലപ്പോൾ 12 ഫീഡ്സ് എ ഡേ ആയിരിക്കും. പക്ഷേ ഗ്രോത്ത് സ്പേർട്ടിന് സമയത്ത് അവർ നോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് തന്നെ 18 ഫീഡ്സ് ആയല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പാല് കുറഞ്ഞോ, ആ ഒരു തോട്ടിലോട്ട് പോകത്തില്ല. എടാ 6 വീക്സ് അല്ലേ, അതിൻ്റെ ഗ്രോത്ത് സ്പേർട്ട് ആയിരിക്കും, ഒരു 2-3 ഡേയ്സിൽ ശരിയാവും എന്ന ഒരു കോൺഫിഡൻസ് വരും. അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും തന്നെ വിൽ ഹാവ് ടു കോൾ ദ പീഡിയാട്രീഷ്യൻ ആൻഡ് ആസ്ക്. അവരുടെ അടുത്ത് ആവശ്യത്തിന് പോയാൽ മതിയല്ലോ. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കുന്നതല്ല ഏറ്റവും നല്ലത്. സോ അങ്ങനെ, സോ അവയർനെസ് ബിഫോർ ഡെലിവറി. ചില ഹോസ്പിറ്റലുകളിൽ LC ഉണ്ട്, ചിലയിടത്ത് LC ലാക്ടേഷൻ കൗൺസിലർ ഇല്ല. അപ്പോൾ ഉള്ളിടത്ത് അവരുടെ സപ്പോർട്ട് എടുക്കുക, ഇല്ലാത്തടത്ത് നഴ്സുമാർ മാക്സിമം ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നത് 2, 3, 4, 5 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള കഥയല്ല, 2 വീക്സിലും 2 മന്ത്സിലും ഒക്കെ. സോ കണ്ടിന്യൂസ് സപ്പോർട്ട് എന്ന് പറയുമ്പം പ്രൈവറ്റ് ആയിട്ടൊരു LCയെ പോയി കാണാം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ. എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുള്ള 15 ഡേയ്സ്, 2 മന്ത്സ്, 6 മന്ത്സിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ഒരു കമ്മ്യൂണിറ്റി എവിടെയെങ്കിലും ഉള്ള ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ മദർ ടു മദർ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരം നല്ല കാര്യമില്ല. കാരണം അവിടെ എക്സ്പീരിയൻസ്ഡ് മദേഴ്സ് വരും, അവരുടെ കാര്യങ്ങൾ അവരെ ഡിസ്കസ് ചെയ്യും, നമുക്ക് ഒത്തിരി പഠിക്കാൻ പറ്റും, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും. അത് ഐ വുഡ് സജസ്റ്റ് ആസ് എ സസ്റ്റൈനബിൾ ഓപ്ഷൻ. കാരണം പിന്നീട് നമുക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടേയാണ് ഇരിക്കാൻ പോണേ, ഇതെന്താ ഈ കളറിൽ അപ്പി ഇടുന്നത്, എന്നാൽ പച്ച കളറിൽ അപ്പി. എനിക്കൊക്കെ രാവിലെ എണീറ്റോടെ ഫോട്ടോ വരും, രാവിലെ തന്നെ. സോ അങ്ങനെ, സോ കണ്ടിന്യൂസ്ലി യു ഗെറ്റ് സം ക്വസ്റ്റ്യൻസ്. ഇതെന്താ മാം ഇങ്ങനെ ഒരു സൗണ്ട്, ഗിർ സൗണ്ട് വരുന്നത്? സോ ദേ കീപ് ഹാവിങ് സം ക്വസ്റ്റ്യൻ ഓർ ദ അതർ. ഒരു സപ്പോർട്ട് ഗ്രൂപ്പാണ് അക്കോർഡിംഗ് ടു മീ ഈസ് ദ ബെസ്റ്റ് തിങ്. ഈ അടുത്തൊരു സ്റ്റേജാണ് നമ്മൾ പാരന്റിങ് എന്ന് പറയുന്ന പുതിയൊരു കാര്യത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. നമ്മുടെ എപ്പിസോഡുകളിലും അല്ലെങ്കിൽ പൊതുവെ ജനറലി സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്ങനെ കുട്ടികളെ അടിക്കാതെ എങ്ങനെ വളർത്താം, ജെന്റിൽ പാരന്റിങ് എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളത്. സോ അതിനൊക്കെ അപ്പുറത്തോട്ട് ഈ ബേസിക് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും പലപ്പോഴും ഒരു ഗ്യാപ്പുള്ളൊരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും രണ്ടുപേർക്കും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കുക, അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്
ഈ കൗൺസിലിംഗ് ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഇതിന്റെ അത്യാവശ്യം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? സോ ഞാൻ ഈ ലാക്ടേഷൻ പോസ്റ്റ്മോർട്ടം കൗൺസിലിംഗ് ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭയങ്കര പോപ്പുലറാണ് നമ്മുടെ സ്ഥലത്ത്. ഞാൻ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ കോയമ്പത്തൂരിൽ. ചെന്നൈയിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ 2 പേരെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 200 ലാക്ടേഷൻ കൗൺസിലേഴ്സ് ഉണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ. ഓക്കെ. ഇറ്റ് വാസ് നൈസ്. ഐ വാസ് എൻജോയിങ് ഇറ്റ് എ ലോട്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇടയ്ക്ക് വെച്ച് എനിക്ക് ആകെ അങ്ങ് കൺഫ്യൂഷൻ അടിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ മോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. കാരണം അവളും ഇതിനിടയ്ക്ക് ഇങ്ങനെ വളരുവാണല്ലോ. 3 years 4 years എന്നൊക്കെ പറയുമ്പം അവളും ബ്രസ്റ്റ് ഫീഡിങ് തീർന്നു, അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ക്ലയൻറ്റുകളുടെ മൂത്ത കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ നേരെ വരാൻ തുടങ്ങി. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇവരെല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തിരുന്ന് റാപ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഐ വോണ്ട് ടു ജസ്റ്റ് ഗൈഡ് ദം പ്രോപ്പർലി. ഇത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് സെക്സ് എഡ്യൂക്കേഷനിലോട്ട്. കാരണം ആ സമയത്ത് നമ്മുടെ NGOയിലും നമ്മൾ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് തന്നെ വന്ന് ചോദിക്കുന്നത് കമ്മ്യൂണിറ്റി എന്നുള്ള പേരൻസ്, മാം എൻ്റെ 5 year old F വേർഡ് പറയാണ്, എന്താ പറയണ്ടേ? മാം എൻ്റെ 6 year oldും എൻ്റെ ബ്രദറിൻ്റെ 5 year oldും കൂടെ ഒരുമിച്ച് കുളിക്കാറുണ്ട്. സോ അത് ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ? അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നേക്കഡ് ആവുന്നത് ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ? ഹസ്ബൻഡ് മോളെ കുളിപ്പിക്കുന്ന ഓക്കെ ആണോ? ഇവർ മിഡിൽ ഫിംഗർ കാണിച്ച് കളിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലെറ്റർ കിട്ടി ക്ലാസ്മേറ്റിൽ നിന്നും, ഇതെങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യണ്ടേ? എൻ്റെ മോള് വേർജിൻ എന്താന്ന് മീനിങ് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടി. കാരണം ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷനും ആക്ച്വലി നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എവിടുന്നാണ് വേർഡ് കിട്ടിയതെന്ന് ചോദിച്ചു. ഇപ്പം ക്രിസ്മസ് കാരലിൽ നിന്നാണ്. അതായത് നമ്മൾ വിചാരിക്കും എവിടുന്നൊക്കെയോ ആണ് ഇൻഫർമേഷൻ. അല്ല, എവിടുന്നും ഇൻഫർമേഷൻ വരാം എന്നുള്ളതിൻ്റെ കുറേ കാര്യങ്ങൾ പേരൻസ് പറയാൻ തുടങ്ങിയപ്പം ചില കാര്യങ്ങൾ എന്നെയും ഞെട്ടിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് കോൺഫിഡൻ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ട് ഞാൻ കോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ചെയ്തതേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി ബേസ്ഡ് കോഴ്സസ് ഒന്നും സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിലില്ല. നമുക്ക് ജനറൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അതിലും കാര്യമില്ല. കാരണം ഇത് ലിവ്ഡ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും കേൾക്കേണ്ടി വന്നിട്ടുള്ള ആളായതുകൊണ്ട് ആൻസർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യനും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഇറ്റ്സ് മോർ ഓഫ് എക്സ്പീരിയൻസ് ബേസ്ഡ് ടീച്ചിങ് ഓർ ട്രെയിനിങ്. അങ്ങനെ വന്നപ്പോഴാണ് സെക്സ് എഡ്യൂക്കേഷനിലോട്ട് മെയിനായിട്ട് കയറിയത്. പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് പൊള്ളാച്ചിയിൽ ഒരു വലിയ റേപ്പ് ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഒരു 200+ ഗേൾസിനെ ഒരു ഫാം ഹൗസിലോട്ട് ല്യോർ ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ 4-5 മെൻ, അവിടെയുള്ള വലിയ ലാൻഡ് ലോഡുകളുടെ ഒക്കെ പയ്യന്മാർ, അവർ ഗോൾഡൊക്കെ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ ഫിസിക്കലി അവരെ അബ്യൂസ് ചെയ്തിട്ട് ത്രെറ്റൻ ചെയ്യുക, അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ട്. അപ്പം അത് പൊള്ളാച്ചി വിച്ച് ഇസ് ലൈക്ക് അടുത്ത ടൗൺ ആയതുകൊണ്ട് ഇറ്റ് അഫക്റ്റഡ് മീ എ ലോട്ട്. കാരണം ഫേസ്ബുക്കിൽ കൂടിയാണ് ഈ കുട്ടികളെ ലോർ ചെയ്തേക്കുന്നത്, ഈ പെൺകുട്ടികളെ. അപ്പോൾ അവരെ ഷെയിം ചെയ്യലും അതൊക്കെ ഉണ്ട്. അപ്പം ഞാനെന്തോ വീഡിയോ ഒക്കെ ഇട്ടു, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ വിക്ടിമിനെ ഷെയിം ചെയ്യുന്നത്? ഇവർ പോയി റേപ്പ് ചെയ്യപ്പെടാനാണോ പോയി സംസാരിക്കുന്നത്? അവർ ചിലപ്പോൾ നല്ലൊരു കണക്ഷനാണെന്ന് വിചാരിച്ചായിരിക്കും സംസാരിച്ചത്. കാരണം ഓൺലൈനിൽ കൂടെയുള്ള കണക്ഷൻ എനിക്കും ഹസ്ബൻഡിന് ഓൺലൈനിലാണ് കിട്ടിയത്. അപ്പം നല്ല മനുഷ്യന്മാരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനും നമുക്ക് അങ്ങനെ ചീത്ത പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ ഞാനൊരു വർഷം കൊണ്ടൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ആ വീഡിയോയിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാത്തും പറയുന്നുണ്ട് ഇങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് വീട്ടിലുണ്ടായിരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വീട്ടിലത് പറയാമായിരുന്നല്ലോ. അവർ പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല, മറച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ചെറുപ്പത്തിലേ നമ്മൾ തുടങ്ങേണ്ട കാര്യമാണ്. ഞാൻ മോളുമായിട്ട് മാക്സിമം ഓപ്പണായിട്ട് സംസാരിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടപ്പം ഓക്കെ, അപ്പം ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഞങ്ങൾ ആരുടെ അടുത്താണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചോദിച്ചപ്പോൾ പിന്നെ എനിക്ക് അതിന് ആൻസർ ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ കൂടി തന്നെ ഞാൻ തന്നെ ആസ് എ കമ്മ്യൂണിറ്റി ലീഡർ ഐ ജസ്റ്റ് ടുക്ക് ദി ഇനിഷ്യേറ്റീവ് ടു ഡു കോഴ്സസ് റിലേറ്റഡ് ടു ഇറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അനുഭവങ്ങൾ, കേസസ് ഇതുപോലെ കുറേ പേര് ക്ലാസ്സിൽ വന്ന് കുറേ പറയാറുണ്ട്. ഒരു ലേഡി ഒരിക്കൽ പറയാം, അവർ ഫസ്റ്റ് മോന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടില്ല, അവന് 3-3.5 വയസ്സായി. സെക്കൻഡ് ബേബിക്കാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നാണമൊക്കെ ഉണ്ട്. ഈ കുഞ്ഞിങ്ങനെ അകത്തോട്ടൊക്കെ വരുമ്പോൾ ഇവർക്ക് ബോഡിലി ഒരു ചെറിയൊരു ടൈറ്റ്നെസ് ഫീൽ ആവും. ഇവനകത്തോട്ട് വരുമ്പോൾ ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ എന്നൊന്നും അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം കുഞ്ഞുണ്ടായ ഒരു വിത്തിൻ 1 week 2 weeks കേട്ടോ, അവൻ റൂമിനകത്തോട്ട് കയറി വന്നപ്പോൾ ഇവരിങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഇവരിങ്ങനെ കുഞ്ഞിനെ കൊണ്ട് തന്നെ ഇങ്ങനെ മറയ്ക്കാൻ നോക്കുക. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചപ്പോൾ ഇത് ഹാർട്ട് ഇത് ലങ്സ് എന്ന്. ഇത് കേട്ട് ഞങ്ങൾ ക്ലാസ്സിലുള്ള എല്ലാവരും ചിരിച്ച് മാം അപ്പിടിതാ മാമേ വായിൽ വന്നിച്ച് എന്ന് പറഞ്ഞു. കാരണം നമ്മൾ പേടിച്ചിട്ട് നാണിച്ചിട്ട് ഓരോന്ന് പറയുന്നതിൻ്റെ. പിന്നെ അതുപോലെ അബ്യൂസിൻ്റെ ഒത്തിരി കഥകൾ. ലൈക്ക് ദർ ഹാസ് ബീൻ എ കേസ് വെയർ എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ അവളുടെ മോളുടെ കൂടെ കളിക്കുന്ന കുട്ടി വാസ് അബ്യൂസ്ഡ് ബൈ നെയ്ബർ താത്ത, ഒരു ഓൾഡ് മാൻ. അപ്പം അവിടെ ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഇയാളെ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കും, ജസ്റ്റ് നെയ്ബറാണ്. അങ്ങനെ ഒരിക്കൽ അവരുടെ വീട്ടിൽ ആളുകളില്ലായിരുന്ന സമയത്ത് ഈ ബേബി അവിടെ പോയിരിക്കണോ,
നിനക്ക് ഞാൻ മാഗസിൻ തരാമെന്നോ കോമിക്സ് തരാമെന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ വിളിച്ചിട്ട് ഹി ടച്ച്ഡ് ദ ചൈൽഡ് ഇൻഅപ്രോപ്രിയറ്റ്ലി. അത് വലിയ ഇഷ്യൂ ആയി, അസോസിയേഷനിൽ വലിയ ഇതായി. പക്ഷേ ഇയാൾക്ക് വലിയ പിടിപാടുള്ള ആളായിരുന്നു, ഇയാൾ വലിയ എന്തോ കുമ്പത്തെ ആളായിരുന്നു എന്നുള്ളതുകൊണ്ട് അതുവരൊക്കെ ഒതുക്കി തീർക്കാൻ നോക്കി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇവർ വന്ന് ചോദിച്ചു, ഞങ്ങളിപ്പോൾ ഇത് പ്രശ്നമാക്കണോ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ്. അതപ്പോൾ ഡീൽ ചെയ്യാൻ പേരൻസിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളതേ അറിയാൻ പാടില്ല. അത് നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോട് പോയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചോളാൻ പറഞ്ഞു കൗൺസിലേഴ്സിൻ്റെ അടുത്ത്. പക്ഷെ എന്നാലും അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ദേ മൂവ് ദി അപ്പാർട്ട്മെൻറ്റ്. They moved. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം they wanted to ensure that we are there for you. You know, if you are not feeling safe in a place, we are ready to stand by you എന്നുള്ള ഒരു ഡിസിഷൻ അവരെടുത്തു. അവർ അപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്തു. വേറൊരു കേസിൽ ഇതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ലേഡി പറഞ്ഞാണ്, അവരുടെ മോൻ അപ്പാർട്ട്മെൻറ്റിൽ താഴെ പോയി ആൺകുട്ടികളുടെ കൂടെ കളിക്കാൻ നോക്കിയപ്പം അതിലൊരു ആൺകുട്ടി, ഒരു ബുള്ളി ടൈപ്പ് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. അവൻ ബാക്കിയുള്ള ആൺകുട്ടികളോട് ഷോർട്ട്സ് ഊരാൻ പറഞ്ഞു അത്രേ. എല്ലാവരും ഷോർട്ട്സ് ഊരണം, ജെൻറ്റൽസ് കാണിക്കണം എന്ന് പറഞ്ഞ് ഇത് ചെയ്തപ്പം ഇവൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒരു 10 days മുമ്പാണ് ദിസ് ലേഡി ഹാഡ് ദ പ്രൈവസി കോൺവെർസേഷൻസ്, കൺസെൻറ്റ് ബൗണ്ടറീസിനൊക്കെ കോൺവെർസേഷൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നു എന്നതുകൊണ്ട് ഇവൻ പറഞ്ഞു അത് പ്രൈവറ്റ് ആവുമെന്ന് ഞാൻ കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ ഓടിയെന്ന് അപ്പാർട്ട്മെൻറ്റിലോട്ട് ഓടിപ്പോയി അമ്മയോട് പറഞ്ഞെന്ന് കാര്യം. എന്നിട്ട് ആ ലേഡി മെസ്സേജ് ചെയ്ത് പറഞ്ഞു, മാം ഐ എം ഫീലിംഗ് സോ ഹാപ്പി ദാറ്റ് മൈ 7-8-year-old ഹാഡ് ദ sense to just tell them openly that he can't show. 10 days മുമ്പ് ഞാൻ കോൺവെർസേഷൻസ് തുടങ്ങിയ ഒരാളാണ്. അങ്ങനെ. പിന്നെ വേറൊരു കേസിൽ ഞാൻ ക്ലാസ്സിൽ പറയുന്നൊരു എക്സാമ്പിളാണ്. ഒരു ലേഡി ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്തപ്പം അവർക്ക് ഭയങ്കര സാഡ്നെസ് കേട്ടോ, ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല, അവനാണെങ്കിൽ 10 വയസ്സാവുകയും ചെയ്തു, ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് തുടങ്ങണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേവലാതിപ്പെട്ട്. ഞാൻ പറഞ്ഞു പയ്യെ എന്തെങ്കിലും ഒരു ടി വിയിൽ ആഡ് വരുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വന്ന് പ്രഗ്നൻ്റ് ആയി എന്നൊക്കെ പറയുമ്പോഴോ അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ പോയിട്ടിരുന്നിട്ട് വരൂ, ഒന്നിരിക്കൂ, നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു ഓടിപ്പോവും. അല്ലെങ്കിൽ ഇന്നത്തെ ടീനേജേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തരുമോ, ഒന്നും പേസ വേണം എന്ന് നമ്മളെ കട്ട് ചെയ്ത് വിടാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾ അതിലോട്ട് റഷ് ചെയ്യണ്ട, പയ്യെ എന്തെങ്കിലുമൊക്കെ ഓർഗാനിക്കലി സംതിങ് വിൽ ഹാപ്പൻ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഇവരെന്ത് ചോദിച്ചോ, വീട്ടിൽ പോയിട്ട് അവൻ ബെഡിലിരുന്ന് ഫോണിൽ വീഡിയോ ഗെയിം എന്താ കണ്ടുകൊണ്ടിരിക്കുക. ഇവരുണ്ട് അവൻ്റെ അടുത്ത് നിന്നിട്ട് വാർഡ്രോബ് ഓപ്പൺ ചെയ്തിട്ട് പാഡ് എടുത്തിട്ട് എടാ ഇതെന്താന്ന് എനിക്കറിയാമോ. അപ്പോൾ അവനാകെ ഒരു വിയേർഡായിട്ട് അവനിങ്ങനെ ഫോൺ നോക്കി അമ്മയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണേ. അതുകൊണ്ട് ഈ ലേഡി പറഞ്ഞു, ഇതിൻ്റെ പേരാണ് സാനിറ്ററി നാപ്കിൻ, ഇത് അമ്മ യൂസ് ചെയ്യാറുണ്ടല്ലോ, നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഓരോന്ന് പറയുവാണ്. ഒരു നെർവസ്നെസ്സിൽ ഇവർ പറയാ, ഇവനും ഇങ്ങനെ നെർവസ് ആയിട്ടിരിക്കുക. കുറേ നേരം ഇവരെന്തോ ലെക്ചർ അടിച്ചു കഴിഞ്ഞപ്പോഴും പറയാം, മമ്മിക്ക് മെൻസ്ട്രുവൽ കപ്പ് ഒന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ല. സോ ഇവർക്ക് എന്തോ അറിയാവുന്നതെന്ന് പോലും നമുക്ക് ചിലപ്പോൾ കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ വാട്ട് ഡു ദേ ഓൾറെഡി നോ എന്നുള്ള. ഇതിൻ്റെ എല്ലാം ഒരു റൂട്ട് കോസ് ഇരിക്കുന്നത് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതാണല്ലോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പഠിച്ചത് ലൈക്ക് 9ാം ക്ലാസ്സിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ബോഡി അനാട്ടമിയെ പറ്റിയൊരു ഇതുണ്ട്. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സെക്സ് എഡ്യൂക്കേഷൻ. അതിനപ്പുറത്തോട്ടുള്ള കൺസെൻറ്റ് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ്, ഇതൊന്നും ഞങ്ങളുടെ സ്കൂളിൽ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ വേറെ എവിടെ നിന്നൊക്കെ കേട്ട് തന്നെത്താനെ അല്ലെങ്കിൽ അറിഞ്ഞതാണ്. അപ്പം ലൈക്ക് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ ആസ് വെൽ ആസ് ഇൻ ഹോം, ലൈക്ക് ആൻഡ് വാട്ട് ഈസ് ദ റൈറ്റ് എഡ്യൂക്കേഷൻ? സോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രൈവറ്റ് പാർട്സിനെ കുറിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളത്. പിന്നെ തൗഫീഖ് ആദ്യം ചോദിച്ച പോലെ സെക്സ് എഡ്യൂക്കേഷൻ ഇസ് നോട്ട് എ സെപ്പറേറ്റ് സബ്ജക്ട് അപ്പാർട്ട് ഫ്രം പേരന്റിങ്ങിനകത്ത് തന്നെ ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് അപ്പാർട്ട് ഫ്രം പേരന്റിങ്. നമ്മൾ വി ടീച്ച് ചൈൽഡിന് എന്ന് എന്തായാലും ഒരു മുട്ട കഴിച്ചേ പറ്റത്തുള്ളൂ, ഇന്നത്തെ പ്രോട്ടീൻ എന്തെങ്കിലും വേണ്ടേ പ്രോട്ടീന് കഴിക്കേ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം അതുപോലെ അതിനകത്തോട്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇൻറ്റർവീവ് ചെയ്ത് എടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ് സെക്സ് എഡ്യൂക്കേഷൻ. സോ കുളിക്കുമ്പം, ഡയപ്പർ മാറ്റുമ്പം, ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വി ക്യാൻ ഹാവ് കോൺവെർസേഷൻസ്. ഇത് വളവയാണ്, വളവയിൽ ആരും തൊടാൻ പാടില്ല, ആരെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ അവിടുന്ന് രക്ഷപ്പെട്ടോണം, അല്ലെങ്കിൽ മാറി നിന്നോണം, അമ്മയുടെ അടുത്തൊന്ന് പറയണം, പപ്പയുടെ അടുത്ത് പോയി പറയണം. അപ്പം ഗുഡോ ബാഡോ എന്നുള്ളതല്ല, സേഫ് ആണോ അൺസേഫ് ആണോ എന്നുള്ളത്. ഐ യു ഫീലിംഗ് സേഫ് വിത്ത് ദ പേഴ്സൺ ഓർ നോട്ട്. ഗുഡിന് ബാഡിന് കുറച്ച് ഇൻ്റലക്ച്വലൈസേഷൻ വേണ്ടി വരും. ഇത് ഗുഡാണോ ബാഡാണോ, വാട്ട് ഇഫ് ഇറ്റ് ഫീൽസ് ഗുഡ്, ദാറ്റ്സ് ഓൾസോ ദെയർ. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ അതിനെ സേഫ് ആൻഡ് അൺസേഫ് എന്ന് മാറ്റിയേക്കുന്നത്. കാരണം ബോഡിക്ക് അകത്തുനിന്ന് വരുന്ന റെസ്പോൺസ് കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും. കാരണം ബോഡി ഒരിക്കലും പിന്നെ കള്ളം പറയില്ല. സോ ഐ യു ഫീലിംഗ് സേഫ് വിത്ത് ദ പേഴ്സൺ ഓർ അൺസേഫ് എന്നുള്ളതാണ്. സോ അൺസേഫ് ടച്ച്, സേഫ് ടച്ച്, അൺസേഫ് ബിഹേവിയേഴ്സ്. ആരെങ്കിലും ഫോണിൽ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ കാണേണ്ട കാര്യമില്ല, എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ആ ഒരു ഫ്രീ അപ്രോച്ച് അത് ക്രിയേറ്റ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ചെറിയ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിൻ്റെ ബേസിസിലായിരിക്കും ഒരു വലിയ കാര്യങ്ങൾ വന്ന് പറയുന്നത്. സോ അത് ചെയ്യുക. പിന്നെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പീരിയഡ്സിനെ കുറിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അത് ടെക്നിക്കലായിട്ട് ക്ലിനിക്കലായിട്ടൊന്നും പറയണ്ട.
എൻഡോമെട്രിയൽ ലൈനിങ് സെർവിക്കൽ കനാൽ വഴി അത് അത്രയൊന്നും ഇതായിട്ട് പോകണ്ട. ബട്ട് ഇങ്ങനെ ഒരു കാര്യം എല്ലാ വിമനും ഉണ്ടാവാറുണ്ട്. എനിക്കിപ്പോൾ പീരിയഡ്സ് ആണ്, അല്ലെങ്കിൽ ഡാഡിയാണ് പാഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ആ ഒരു ഷെയിം ഇല്ലാത്ത കോൺവെർസേഷൻസ് ഉണ്ടാവുക എന്നുള്ളേ ഉള്ളൂ. സോ ഹാവിങ് ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് കോൺവെർസേഷൻസ്. പിന്നെ കൺസെൻറ്റും ബൗണ്ടറീസ് എന്ന് പറയുന്നതും നിറയെ പേര് വിചാരിച്ചിരിക്കണേ സെക്ഷുവാലിറ്റി റിലേറ്റഡ് മാത്രമാണെന്നാണ്. ഇറ്റ്സ് എ ബോഡിലി കോൺസെപ്റ്റ്. ആക്ച്വലി ബോഡിക്കകത്തെ കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ വയറ് ഫുള്ളാകുമ്പോൾ ബോഡി പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നോ ഡൺ എന്ന് പറയുന്നതാണ് എൻ്റെ ജോബ്. അതാണ് എൻ്റെ ബൗണ്ടറി. സോ ബോഡിയുടെ മെസ്സേജസ് ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയും അത് വെർബലൈസ് ചെയ്യാനുള്ള കോൺഫിഡൻസും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്ന സ്ഥലം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. കാരണം അബ്യൂസ് അല്ലേ ഡെയിലി നടക്കാൻ സാധ്യതയുള്ള കാര്യം. 3 നേരം 4 നേരം ആഹാരം കഴിക്കുന്നുണ്ട് ആ കുഞ്ഞ്. അപ്പോൾ ഓരോ തവണ മീൽ ടൈമിന് ഇരിക്കുമ്പോഴും ഇഫ് യു ആർ ഡൺ പ്ലീസ് സ്റ്റോപ്പ്, അല്ലെങ്കിൽ ടെൽ മീ നോ. അത് ആ ബൗണ്ടറി നമ്മൾ വയലേറ്റ് ചെയ്യാതിരിക്കണം. അല്ല കുറച്ചുകൂടെ കഴിക്കുക, അതൊന്നും കുഴപ്പമില്ല, ആ പ്ലേറ്റിലുള്ളതൊക്കെ അങ്ങ് ഫിനിഷ് ചെയ്തേര്. എൻ്റെ അമ്മ പറയും സൊമാലിയയിലെ പിള്ളേരൊക്കെ കഷ്ടപ്പെടുമായിരുന്നു, അതുകൊണ്ട് നീ കഴിക്കണം എന്ന് എന്നോട് പറയാറ്. പിന്നെ അതുപോലെ തന്നെ കമ്പയർ ചെയ്യുക, എന്നിട്ട് സിബ്ലിംഗ് കണ്ട് എന്തോരം കഴിക്കുന്നത് നോക്കാം, അടുത്ത വീട്ടിലെ കൊച്ചു കണ്ട് എന്ത് ചബ്ബിയായിട്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എയറോപ്ലെയിനിൽ വന്ന് കഴിക്കുക, ബൈക്കിൽ വന്ന് കഴിക്കുക, അങ്ങനെ, അല്ലെങ്കിൽ കാക്കയ്ക്ക് വേണ്ടി കഴിക്കുക, പൂച്ചക്കുഞ്ഞിന് വേണ്ടി, ഇങ്ങനെയുള്ള. അല്ല അമ്മൂമ്മ എന്നെ വഴക്ക് പറയും, ചിലർ ത്രെറ്റൻ ചെയ്യും, കഴിച്ചില്ലെങ്കിൽ വാങ്ങിച്ചു തരത്തില്ല, ചിലർ ബ്രൈബ് ചെയ്യും, കഴിച്ച ഐസ്ക്രീം വാങ്ങിച്ചു തരാം, അങ്ങനെയുള്ള. സോ നമ്മൾ എന്ത് ഡിസ്ട്രാക്ഷൻ സ്ട്രാറ്റജിയും ഇസ് എ വയലേഷൻ ഓഫ് ബൗണ്ടറി. So let the child decide how much to eat, what to eat, when to eat, where to eat ഒക്കെ നമ്മുടെ ഡിസിഷൻ അല്ലേ. How much to eat, whether to eat അവർ ഡിസൈഡ് ചെയ്യട്ടെ. മേക്കിംഗ് ഫുഡ് അവൈലബിൾ ഇസ് ആർ റോൾ. ഫുഡ് ഇസ് അവൈലബിൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, ഓക്കെ, എക്സ്ട്രാ സപ്ലിമെൻ്ററി ഫുഡൊന്നും കിട്ടത്തില്ല. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ അവിടെ നമ്മുടെ ബൗണ്ടറി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ്. അല്ല ഇഷ്ടത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിൽ ആരെങ്കിലും ഫോറെവർ ഇരിക്കേണ്ടി വരും. സോ അതൊന്നും ഇല്ല. ഇന്നത്തെ ദിവസം ഇഡ്ഡലിയാണ്, ഇഡ്ഡലി കഴിച്ചു, ഇപ്പോൾ വേണ്ട, 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിച്ചു, വിശക്കുമ്പോൾ കഴിച്ചു, ഇറ്റ്സ് അവൈലബിൾ. ഇന്ന് ഇഡ്ഡലിയേ വേണ്ടായിരിക്കും, എൻ്റെ മോളൊരു ഇഡ്ഡലിയേ വേണ്ട, ഞാൻ ടേബിളിൽ ബനാന ഉണ്ട്, ബേബി ബനാന കഴിച്ചത് ഇന്നത്തെ ദിവസം. ദാറ്റ്സ് ഹൗ മച്ച് ഐ ക്യാൻ ഡു. അസ് ഓൾസോ എസ്റ്റാബ്ലിഷിംഗ് ബൗണ്ടറീസ്. അവരുടെ ബൗണ്ടറീസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആ സ്പേസ് മീൽ ടൈംസിൽ തന്നെ ഒത്തിരി ഉണ്ടാവുന്നുണ്ട്. അവിടെ തന്നെ അത് നമ്മൾ സേഫ് ഗാർഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇമാജിൻ 6 monthsലാണ് നമ്മൾ സോളിഡ്സ് തുടങ്ങുന്നത്. അപ്പോൾ തൊട്ട് ഈ കുഞ്ഞിന് ബോഡിയായിട്ട് കണക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 years 3 years 4 years 5 years 6 yearsലൊക്കെ സംതിങ് ഹാപ്പൻസ്, ദിൽ ബി ഏബിൾ ടു സേ ദാറ്റ് നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ വോണ്ട് കം ദർ, ഐ എം ഡൺ. ആ കാരണം അവിടെയൊക്കെ നമ്മളിത് വയലേറ്റ് ചെയ്തിട്ട് ഒരു 7 വയസ്സിൽ വന്നിട്ട് നോ പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ നോ ഞാൻ ഇതുവരെ അപ്പൊ അങ്ങനെ ഒരു ഇതാവും അല്ലേ. സോ അവർക്കൊരു ഹിപ്പോക്രസി തോന്നാൻ പാടില്ല. ഇവരൊരു കാര്യം ചെയ്യാൻ പറയുന്നു, പക്ഷെ ഇവരാരും ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ. സോ നമ്മൾ അത് ഫോളോ ചെയ്ത് കാണിക്കുക. ഫുഡിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കാണിക്കുക, കാരണം അവരുടെ ബോഡി കണക്ട് അപ്പോഴാണ് അവർക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പിന്നെ സ്കൂളുകളും, ബിക്കോസ് നമുക്കിപ്പം സുസു പോകാൻ തോന്നുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ? വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ബെല്ലടിക്കണം, അതിൻ്റെ ടൈം ആവണം. സോ നമ്മൾ ബോഡിയുടെ സിഗ്നൽസിനെ ബൈപ്പാസ് ചെയ്യുന്ന ഒത്തിരി ഘടകങ്ങൾ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്. അതിപ്പോൾ പറയണ്ട, അത് പിന്നെ പറഞ്ഞാൽ മതി എന്നുള്ള, ഇപ്പം ചോദിക്കണ്ട പിന്നെ ചോദിക്കാം, കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് നമുക്ക് ലൈനിൽ നിൽക്കാൻ ഇഷ്ടമായിരുന്നു? നമ്മളെ നിർത്തി. എത്ര പേർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടമായിരുന്നു? ചില അങ്കിൾമാർ ആൻറ്റിമാരൊക്കെ എന്നൊക്കെ കാണിക്കില്ലേ, ഇഷ്ടമല്ലായിരുന്നു. മടിയിലിരിക്കാൻ ഇഷ്ടമല്ലായിരുന്നു, അവരുടെ റൂമിൽ പെർഫോം ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. സോ നമ്മൾ ബോഡിയെ കുറേ തവണ ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർ കുറേ കൂടെ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. അത് നീ അങ്ങ് കൊണ്ട് കൊടുക്ക്, അത് നമ്മൾ നല്ല ഗുഡ് ഗേളാന്ന് കാണിക്കണ്ടേ, അവിടെ പോയി ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പീപ്പിൾ പ്ലീസർ ആണല്ലോ ബൈ ഡിഫോൾട്ട് സ്ത്രീകൾ. അപ്പോൾ ശരിയെങ്കിൽ പ്ലീസ് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ നാളൊരു സമയത്ത് ബസ്സിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ ഫ്രീസ് ആവുകയാണ്, നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല. സൊസൈറ്റിയിലുള്ളവർക്ക് പറയാം പിന്നെ അടുത്ത് കുത്തിക്കൂടെ അടിച്ചുകൂടെ എന്നൊക്കെ. ഞാൻ അങ്ങനെ അല്ലടോ, എൻ്റെ ടെമ്പറമെൻ്റ് അതല്ലടോ, ഞാൻ കുറെ കൂടെ ഷൈറ്റായി പാടും. എൻ്റെ ചേച്ചിയാണ് ധൈര്യശാലി, ഞാൻ അങ്ങനെയല്ല. ഓരോരുത്തരുടെ ടെമ്പറമെൻറ്റിനനുസരിച്ചല്ലേ അവർ റിയാക്ട് ചെയ്യത്തുള്ളൂ. സോ നമുക്കിത് ഇവിടുന്നേ തുടങ്ങുന്ന കാര്യങ്ങളാണ്. ഇഫ് യു ആസ്ക് മീ ഐഡ് സേ 6 months തൊട്ട് തന്നെ അവെയർ ആയിട്ടുള്ള പേരൻറ്റ് വിൽ ബി ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ദീസ് തിങ്സ് വെൽ. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്താലേ മതി അക്കോർഡിംഗ് ടു മീ. പിന്നെ അൺകംഫർട്ടബിൾ ക്ലോത്ത്സ് ഇടിപ്പിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ഒത്തിരി നെറ്റൊക്കെ ഉള്ള ഒത്തിരി എലാബറേറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഇടുക. കുഞ്ഞ് ഫുള്ള് കരച്ചിലായിരിക്കും പാർട്ടിയിൽ മുഴുവൻ, അതാണ് ഉറങ്ങിയും പോകും തീരുന്നതിന് മുമ്പ്. സോ പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെ അതിനെ ഡിസ്കംഫർട്ടിൽ കൂടെ ഇത് ചെയ്യാതിരിക്കുക, അതങ്ങനെയുള്ള കാര്യങ്ങൾ പേരൻസ് അവെയർ ആണെങ്കിൽ ദേ വിൽ ഡു.
ഞാൻ മുമ്പേ പറഞ്ഞില്ല, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സെക്സ് എഡ്യൂക്കേഷൻ 9ാം ക്ലാസ്സിൽ ഒരു ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ പ്രശ്നം, അന്നത്തെ ടീച്ചർ പറഞ്ഞു നിങ്ങൾ വലിയ ക്ലാസ് ആകുമ്പോൾ പഠിക്കും, മൊത്തത്തിൽ അല്ല നമ്മളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇതിപ്പോൾ പഠിക്കും. അന്നേരം അടുത്ത 10ാം ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചാണല്ലോ, അതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്യാണ്. സോ ബേസിക്കലി ടീച്ചേഴ്സ് പോലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ലായിരുന്നു. പഠിക്കാൻ വേണ്ടി മാത്രം ബയോളജി സയൻസ് എടുത്താൽ അതെ. അങ്ങനെ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാതെ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ ലൈക്ക് വെൻ ദേ ഗെറ്റ് സഡൻലി ഇൻട്രൊഡ്യൂസ് ടു പോൺ, ലൈക്ക് ഭയങ്കര ഷോക്ക്. ഇതെന്താണ് സംഭവം എന്ന് പോലും അറിയാതെ ആദ്യമായിട്ട് ആക്സിഡൻ്റലി കാണുന്നവരും അങ്ങനെ അതിലേക്ക് എത്തിപ്പെട്ടത് ഭയങ്കര ഷോക്കായി അതൊരു ട്രോമയായി മാറുന്നവരൊക്കെ ഉണ്ട്. അപ്പം വീട്ടിൽ എന്താണ് ഒരു പേരൻസ് എന്തൊക്കെ ആദ്യമേ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. സോ ഞാനും ആക്സിഡൻ്റൽ എക്സ്പോഷറിൽ പോൺ കണ്ട ആളാണ്. BSc സെക്കൻഡ് ഇയറിലാണ് ഞാൻ കാണുന്നത്. ആൻഡ് ബയോളജിക്ക് 90% ഉള്ള കുട്ടിയാണേ. അപ്പം ഞാൻ എന്തോ പഠിച്ചിട്ട് എന്തോ ഒക്കെ പോയി എഴുതിയാവുന്ന പോലും എനിക്കറിയത്തില്ല. സോ ഇങ്ങനെയായിരുന്നോ എന്നായിരുന്നു എൻ്റെ റെസ്പോൺസ്. ഈ വന്ദനത്തിൽ മോഹൻലാൽ പോലെ അതുപോലെ ഞാനിന്ന് ബസ്സിൽ പോയത്. ഞാൻ എന്താ ഇപ്പൊ കണ്ടേ അങ്ങനെ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഹാവ് കോൺവെർസേഷൻസ് അബൌട്ട് പ്രൈവറ്റ് പാർട്സ്. അത് തന്നെ ഒത്തിരി വലിയൊരു ഐസ് ബ്രേക്കറാണേ. നമ്മൾ പീനസ്, വൾവ, പ്രൈവറ്റ് പാർട്സ് കാണിക്കരുത്, എടുക്കരുത്, സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ പേരൻസിനൊരു ഐസ് ബ്രേക്കറാണ്. കാരണം അവർക്കാണ് ഡിസ്കംഫർട്ട്. ആ കുഞ്ഞിനത് ന്യൂ സബ്ജക്റ്റാ, ക്ലീൻ സ്ലേറ്റ് ആണ്. നമ്മുടെ അകത്താണ്, നമ്മുടെ ബാഗാണ് ഫുള്ള്. അവർ എംറ്റി ബാഗിലാണ് നിൽക്കുന്നത്, നമ്മൾ കൊടുക്കുന്നതാണ് അവർക്ക് ഇൻഫർമേഷൻ. സോ അവർ കുറച്ചുകൂടെ റിസപ്റ്റീവ് ആയിരിക്കും. അപ്പം നമ്മളുടെ ഐസ് ബ്രേക്കർ ആദ്യം ഒരു 1 or 2 ഇയേഴ്സിൽ ഈ ബോഡി പാർട്സിനെ കുറിച്ചും പീരിയഡ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കൺസെൻറ്റിൻ്റെയും ബൗണ്ടറീസിൻ്റെയും ഓട്ടോണമിയുടെയും ബോധത്തോടെ ഇരിക്കുക. അതിൻ്റെ ബൗണ്ടറീസ് വയലേറ്റ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഇഷ്ടമില്ല, പോവില്ല, ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളുടെ റൂൾസ് ഇമ്പോസ് ചെയ്യാതിരിക്കുക. സേഫ്റ്റി, ഹൈജീൻ, ഹെൽത്ത്, ഇത് നമ്മുടെ കയ്യിൽ. സീറ്റ് ബെൽറ്റ് ഇട്ടേ പറ്റൂ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കൈ പിടിച്ചേ പറ്റൂ, അതൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ സേഫ് അല്ല, അവിടെ പോവണ്ട, അതൊക്കെ നമ്മുടെ കാര്യം. അതല്ലാത്ത വലിയ കോൺസിക്വൻസ് ഇല്ലാത്ത കാര്യങ്ങൾ അവരെ തന്നെ ഡിസിഷൻ എടുപ്പിക്കുക. ഓക്കെ, ഇന്ന് എനിക്ക് ലെഗിൻസ് ഇടണോ ഷോർട്സ് ഇടണോ? അപ്പോൾ കുഞ്ഞ് ഒരു സെക്കൻഡ് ആലോചിക്കണല്ലോ, ഇന്ന് ഞാൻ കോൾഡായിട്ട് ഫീൽ ചെയ്യുമായിരിക്കുമോ, വാം ആണോ, ബേസ്ഡ് ഓൺ ദാറ്റ് അമ്മ ഞാൻ ഷോർട്സ് ഇട്ടോളാം, അല്ല വേണ്ട അമ്മ എനിക്ക് സ്വെറ്റർ ഇതാ എന്നുള്ള ഒരു ചെറിയ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പം അവർക്ക് ഓട്ടോണമി തന്നെ വന്നോളൂ, അവർക്ക് ബോഡി ലിസൺ ചെയ്യാനുള്ള ടെൻഡൻസി വന്നോളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് കൂടെ തുടങ്ങുക. പയ്യെ 4-4:30 ആകുമ്പോഴത്തേക്കും വേർഡ് കം ഫ്രം തുടങ്ങും. അപ്പോൾ ആദ്യം നമ്മൾ ഓക്കെ വജൈനൽ കൂടെ വന്നു, അല്ലെങ്കിൽ ഡോക്ടർ സ്റ്റമക്ക് കട്ട് ചെയ്തെടുത്തു ത്രൂ സിസേറിയൻ സെക്ഷൻ സർജറി എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ ദേ വിൽ ബി ഓക്കെ. ഹൗ ഡിഡ് ഐ എൻഡ് അപ്പ് ഇൻ ദ യൂട്രസ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്നൊരു ക്വസ്റ്റ്യൻ വരും. അതൊക്കെ ഓക്കെ, അങ്ങ് എപ്പി വന്നേ, ഞാൻ അവിടെ എങ്ങനെ എത്തി? സോ അവിടെ വരുമ്പോൾ വിൽ ഹാവ് ടു ടോക്ക് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ലവ് മേക്കിംഗ്. സോ ദർ ഇസ് എ പ്രോസസ് ഓഫ് ലവ് മേക്കിംഗ്, ഇറ്റ്സ് കോൾഡ് സെക്സ്. അഡൾട്ട്സ് ആണ് ഇത് ചെയ്യുന്നത്, അഡൾട്ട് ബോഡീസിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ബേബി മേക്കിങ്ങിനുള്ള ഒരു പ്രോസസ്സാണ്. മെയിലിൽ നിന്നും സ്പേമും ഫീമെയിലിൽ നിന്നും എഗ്ഗും ഫ്യൂസായി ആണ് ബേബി ഉണ്ടാവണം കേട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും ഇത് ഈ പറയുന്ന പോലെ അവർക്ക് നന്നായിരിക്കും കേൾക്കുന്നത്, മനസ്സിലാവുന്നുണ്ടാവില്ല. ഇത് നമ്മളെ ആൻസർ ചെയ്യാൻ വേണ്ടി ആൻസർ ചെയ്യുന്നതല്ല. നമ്മൾ ഓണസ്റ്റ് ആണ്, നമ്മൾ ഓപ്പൺ ആണ്, എന്ത് ചോദ്യത്തിനും ഇവിടെ ഒരു പ്രസക്തി ഉണ്ട്, നിന്റെ ക്വസ്റ്റ്യൻസിനെ ഞങ്ങൾ സ്നബ് ചെയ്യത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസും ട്രസ്റ്റും കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം. അല്ലാതെ അതിനൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ആണിനും പെണ്ണിനും ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭവം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഏജ് ആകും തോറും അവർക്ക് തന്നെ അപ്പം എഗ് സ്പേമും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു 8-9 പ്രീ പ്യൂബസെന്റ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു ചെറിയൊരു ക്ലാരിറ്റി കിട്ടും. അത് ഇവർ കാണുന്നുണ്ടല്ലോ, ഇവർ എൻവയൺമെന്റ് നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമ്മൾ പറഞ്ഞാൽ മാത്രമല്ല, ഇൻഫർമേഷൻ എല്ലായിടത്തുനിന്നും വരുന്നുണ്ട്. ഞാനൊരു ഇൻസിഡൻറ്റ് പറയാമേ. എൻ്റെ ഒരു ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്ത ലേഡി പറയാണ്, മോൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നിട്ട് ആകെ ഡൗൺ ആയിട്ടിരിക്കുന്നു. എന്താടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ ഓപ്പൺ കോൺവെർസേഷൻസ് ഉള്ള ഫാമിലി ആയിരുന്നുകൊണ്ട് അപ്പം പറഞ്ഞു, എന്നെ പീഡോഫൈൽ എന്ന് വിളിച്ചു എൻ്റെ ക്ലാസ്മേറ്റ്സ് എന്ന്. എടാ, ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വേർഡ് എന്തോ എന്നുള്ളത് എങ്ങനെയാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് അറിഞ്ഞതെന്ന് ഈ ലേഡിക്ക് ആകെ ഒരു അത്ഭുതം കേട്ടോ. അവർ ആ വേർഡ് എന്താ വിളിക്കാൻ കാരണം എന്നറിയാവോ? ഇവരുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ കുഞ്ഞ് അതേ സ്കൂളിൽ LKG ജോയിൻ ചെയ്തപ്പം ഇവനോടൊന്ന് ഇടയ്ക്കൊന്ന് പോയി ശ്രദ്ധിക്കാൻ പറഞ്ഞെന്ന്. അപ്പോൾ ഈ പയ്യൻ ബ്രേക്ക് ടൈമിലോ ലഞ്ച് ടൈമിലോ ഒക്കെ ഒന്ന് പോയി, നീ സുഖമാണല്ലോ, കുഴപ്പമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നത് കണ്ടിട്ട് അപ്പൊ എന്താ ഈ വേർഡിന്റെ അർത്ഥം എന്ന് പോലും അറിയാതെ ഇങ്ങനെ ഒരു വേർഡ് വെച്ച് ഈ കുട്ടിയെ കളിയാക്കുക. ഈ കുട്ടി ഗൂഗിൾ ചെയ്ത് ഈ വേർഡിന്റെ മീനിങ് കണ്ടുപിടിക്കുക, ഇങ്ങനെ കാര്യം. പിന്നെ വേറൊരു കാര്യം പറയാവേ, ഇതെന്നെ ഒത്തിരി ഞെട്ടിച്ചൊരു കാര്യമാണ്. സോ ബേസിക്കലി എൻ്റെ ഒരു അക്വൈൻറ്റൻസിൻ്റെ മോൾക്ക് അനോണിമസ് ലെറ്റേഴ്സ് കിട്ടാൻ തുടങ്ങി അപ്പാർട്ട്മെൻറ്റിൽ. ഇങ്ങനെ കിറുക്കി എഴുതുന്നത്, ഹാൻഡ് റൈറ്റിംഗ് എന്താണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ബാഡ് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിട്ട്
എക്സ്ട്രീംലി സെക്ഷുവൽ വൾഗർ മെസ്സേജസ്. ആൻഡ് ഈ കുട്ടി ലെറ്റ്സ് സേ 10 വയസ്സ് 10-11 വയസ്സ്. എക്സ്ട്രീംലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കാണ്ട് ഇവൻ ടെൽ ഓൺ ക്യാമറ. അതുപോലെ സെക്സ്റ്റിങ്ങിലൊക്കെ അയക്കുന്ന പോലത്തെ വേർഡ്സ്, പ്രൈവറ്റ് പാർട്സിൻ്റെ വേർഡ്സ് ഒക്കെ ഫോണൊക്കെ കണ്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള ഇൻഫർമേഷൻ. ഓക്കെ, എന്നിട്ട് ഇവർക്ക് ഈ ലെറ്റർ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് അറിയത്തില്ല. ഇങ്ങനെ ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കും ഇവരുടെ ബാൽക്കണിയിൽ. അപ്പോൾ ഇവർ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പം അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്ന ക്യാമറ ഇല്ല ഇവരുടെ ബാൽക്കണിയിലോട്ട്. അപ്പം അങ്ങനെയൊക്കെ ഇവർ പേരൻസ് അന്വേഷിക്കുവാണ്. CBI ആയി. അപ്പോഴത്തേക്ക് ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു പറഞ്ഞു. കൊച്ചു ഇത് 2-3 ലെറ്റർ കിട്ടിയപ്പോഴത്തേക്ക് ഇവള് കരയാൻ തുടങ്ങി. മീനിങ് ഒന്നും ഫുള്ളായിട്ട് അറിയത്തില്ലെങ്കിൽ എന്തോ മോശമായിട്ടാണ് എഴുതിയേക്കുന്നതെന്ന് അറിയാം. അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ആരായിരിക്കും. അപ്പം അങ്ങനെ ആ കൺഫ്യൂഷൻ. അപ്പം സെക്യൂരിറ്റി അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ആദ്യം സംശയിക്കുന്നത്. ഓബ്വിയസ്ലി ഇങ്ങനെ ഒരു അവസാനം ഈ പേപ്പർ എവിടുന്ന വരുന്നതെന്നുള്ള ഡയറക്ഷൻ നോക്കി ആ വീടുകളുടെ അത് അനലൈസിസ് എടുത്ത് അവിടെയുള്ളവർ ആരൊക്കെയായിരിക്കും. ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കഴിഞ്ഞ് അവസാനം കണ്ടുപിടിച്ചത് ആരെന്നറിയോ? ഒരു 13 വയസ്സുള്ള പെൺകുട്ടി. ആ കുട്ടിയാണ് ഇത് എഴുതുന്നത്. ബിക്കോസ് ഓഫ് എനിമിറ്റി. അതായത് ഈ കുട്ടി ഇഷ്ടമല്ല. ഒരു അപ്പാർട്ട്മെന്റ് കിഡ്സൊക്കെ ഉള്ളപ്പോൾ ഈ കുട്ടി കുറച്ച് സെപ്പറേറ്റി ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ കുട്ടിയെ ഒന്ന് അറ്റൻഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവൾക്ക് ഷീ ഫീൽസ് ലെഫ്റ്റ് ഔട്ട്. അങ്ങനെ എന്തോ, അതോ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ബോയെ ഒക്കെ ഇഷ്ടം, സംതിങ് എന്തോ അങ്ങനെ ഒരു ഇതായിരുന്നു റീസൺ. ബട്ട് ദറ്റ് ഫീലിംഗ് ഓഫ് വെഞ്ചൻസ്, അതൊക്കെ ഒരു 13 വയസ്സുള്ള കുട്ടിക്ക് വന്ന് അതിങ്ങനത്തെ ലാംഗ്വേജ്. അത് സത്യം പറയില്ല അഡൾട്ടാന്നാണ് നമ്മൾ ആ ലെറ്റർ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത്. അത്ര മോശം ലാംഗ്വേജ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ കുട്ടി വീട്ടിൽ വളരെ നിഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. അവളുടെ വീട്ടിൽ മെറൈറ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഡിസ്ഫങ്ഷണൽ ഫാമിലിയാണ്, അടിയും ബഹളമാണ്. ആ കുട്ടിക്ക് ഒരു സൊലേസ് അല്ലെങ്കിൽ ഒരു റിലീഫ് എന്ന് പറയുന്ന ഇന്റർനെറ്റ് ആയിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് അത് കണ്ട പേജസ് ഒക്കെ പോയി നോക്കുക, എടുക്കുക, അത് അതിനകത്ത് കയറിപ്പോയി. അങ്ങനെ ഇന്നലെ പോലും ഒരു പാനൽ ഡിസ്കഷനിൽ സംസാരിച്ചപ്പം ഒരു ലേഡി പറഞ്ഞാണ്, ഒരു കുട്ടിയുടെ ഫോൺ ആക്ടിവിറ്റി അവരുടെ കസിൻ ചെക്ക് ചെയ്തപ്പം 8-10 ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് 14 വയസ്സുള്ള കുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിൽ പലരുമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വീട്ടിൽ എത്രത്തോളം ഡിസ്കണക്ഷൻ ഉള്ള കുട്ടികളാണ് ഇവർ. വീട്ടിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, അല്ലെ വീട്ടിൽ അതിനെക്കാട്ടിലും വലിയ എന്തോ സംഭവിക്കുന്നു, ഞാൻ ഷെയർ ചെയ്തിട്ട് ഇപ്പം എൻ്റെ പ്രശ്നവും കൂടി ഇവരുടെ പ്രശ്നം ആവണ്ടല്ലോ എന്നാ കുഞ്ഞ് വിചാരിക്കുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ഈ ഡാർക്ക് ഇതിലോട്ട് വെബിലോട്ട് അവരിങ്ങനെ വലിക്കപ്പെടുന്നത്. സോ വീട്ടിൽ നമ്മൾ സേഫ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരം നല്ല കാര്യമൊന്നുമില്ല. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ അടുത്തോട്ട് വന്നോളൂ. ലെറ്റ്സ് ഒരു 10 വയസ്സുള്ള മോൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അവർ സംസാരിച്ചിട്ടേ ഇല്ല വീട്ടിൽ. അവർ ഡിസ്കവറിയാണ്, എൻ്റെ മകൻ പോൺ കണ്ടു. ആ ഒരു ഷോക്കിൽ പേരൻസ് ഇരിക്കുകയാണ്, ഇത് ആദ്യമായിട്ട് കണ്ട ഷോക്കിൽ കുഞ്ഞിരിക്കുകയാണ്. ഹൗ ഡു ദേ ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ? പോൺ എക്സ്പോഷർ മാത്രമല്ല, ഞാൻ പറയാം, പോൺ എക്സ്പോഷർ ആണെങ്കിൽ തന്നെ അബ്യൂസോ അല്ലെങ്കിൽ ബോഡി ക്യൂരിയോസിറ്റി കാരണം അവരെന്തെങ്കിലും ചെയ്തു എന്നുള്ള. ഇപ്പോൾ കസിൻസിൻ്റെ ഇടയ്ക്കുള്ള എക്സ്പ്ലറേഷൻ്റെ കുറേ DMs എനിക്ക് വരാറുണ്ട്. നമ്മൾ കസിൻസൊക്കെ കല്യാണത്തിന് കൂടിയപ്പം എല്ലാവരും അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറേ വരാറുണ്ട്. സിബ്ലിംഗ് എക്സ്പ്ലോറേഷനും വരാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പിടിച്ചു, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പിടിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ അവളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ഗെയിം വാങ്ങിച്ചു അറിയാതെ. 10-25,000 രൂപയ്ക്കുള്ള എന്നാണ്ട് വാങ്ങിച്ചു ഇവൻ. വേറൊരു കുട്ടി ഇതുപോലെ റോബ്ലോക്സ് ഏതാണ്ട് കളിച്ച് അതിലാരുമായിട്ടോ ചാറ്റ് ചെയ്ത്, ഡിസ്കോഡിലോ കണ്ട് ചാറ്റ് ചെയ്ത് അത് പ്രശ്നമായി, അത് സെക്ഷുവലായിട്ട് പോയി. അങ്ങനെ എന്ത് പിടിച്ചാലും ആദ്യം ചെയ്യേണ്ടത് ഷോക്ക് ആയെന്ന് കാണിക്കാതിരിക്കുക എന്നതാണ്. എന്ത് ഇങ്ങനെ സംഭവിച്ചോ, നീ എന്താ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്, ആ ഒരു ഷോക്കും ഡ്രാമയും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ആണോ ഇനി സംഭവിച്ചല്ലേ, ഓക്കെ, ആദ്യം ഒന്ന് വാലിഡേറ്റ് ചെയ്യുക, ഒന്ന് അക്നോളജ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം, പരിഹാരം കണ്ടുപിടിക്കാം, പ്രശ്നമില്ല, യു നോട്ട് ഇൻ ട്രബിൾ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിൻ്റെ ബേസിസിലായിരിക്കും ഇതിൻ്റെ ഫോളോ അപ്പ് ഇൻഫർമേഷൻ ഒക്കെ വരാൻ പോകുന്നത്. അവർ ചിലപ്പോൾ ഒരു സൂപ്പർഫിഷ്യൽ ലെവൽ ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടാവുള്ളൂ. അതെ, അവർ ചിലപ്പോൾ ക്ലാസ്സിലെ കുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് പറഞ്ഞത്. ചില ബൗണ്ടറീസ് ക്രോസ് ആയി, കുഴപ്പമില്ല, നമുക്കത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാം എന്നുള്ളൊരു ഹോപ്പ് കൊടുക്കുക. ആ ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നല്ലോ. അപ്പോൾ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ബട്ട് ഡോണ്ട് പുട്ട് ദ എൻറ്റയർ ബ്ലെയിം ഓൺ ദ ചൈൽഡ് ഓർ ദ ടീനേജർ. ആൻഡ് ദെൻ ഇവൻച്വലി മേ ബി ആഫ്റ്റർ എ ഡേ, കാരണം നമ്മളും 2 കാര്യങ്ങളുണ്ട്, റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, റെസ്പോണ്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ട്. സോ നമ്മളുടെ നെർവസ് സിസ്റ്റം ഡിസ്റെഗുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷനിലോട്ട് പോകും. നീ എന്തുകൊണ്ട് അല്ലെങ്കിൽ ചില പേരൻസ് ഗോ കംപ്ലീറ്റ് സ്റ്റോൺ വാളിങ്. ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, ഐ എം ടോട്ടലി, ഇതൊക്കെ ഭയങ്കര ഷെയിമാണ്. കാരണം ദേ മൈറ്റ് ബി ക്യാരിങ് ദെയർ ഓൺ ഷെയിം. അപ്പോൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം ഒന്ന് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ മതി റെസ്പോണ്ട് ചെയ്യും നമ്മൾ. കാരണം നമ്മുടെ നെർവസ് സിസ്റ്റം ഗെറ്റ്സ് എ ചാൻസ് ടു റെഗുലേറ്റ്. ഓക്കെ, ഫൈൻ, നത്തിങ് ബാഡ് ഹാസ് ഹാപ്പൻഡ്, ലെറ്റ്സ് ഫിക്സ് ദിസ്, ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട്. അപ്പം ആ നെക്സ്റ്റ് ഡേ അപ്രോച്ച് ചെയ്യുക. എന്നിട്ട് ഹാവ് ഡീപ്പർ കോൺവെർസേഷൻസ്.
പോണിൻ്റെ കാര്യം ചോദിച്ചത് കൊണ്ട് ഇറ്റ്സ് ഓക്കെ ദാറ്റ് യു വാച്ച്ഡ്, യു ആർ ക്യൂരിയസ്, എവ്രിബഡി ഈസ് ക്യൂരിയസ്, ഐ വാസ് ഓൾസോ ക്യൂരിയസ് എന്നുള്ളത്. അപ്പം ബ്രിങ് ഇറ്റ് ഓൺ ടു യു that you are not one godly one, person. You are also a human, right? And human beings are curious about bodies, so it's okay to be curious. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഡെവലപ്പിംഗ് ബ്രെയിൻ അല്ലേ നിങ്ങളുടെയൊക്കെ. അപ്പം നിങ്ങൾ ഈ കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പിംഗ് ബ്രെയിനിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇതൊക്കെ അഡൾട്ട്സിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആണിത്. ചില ഹൊറർ മൂവീസ് ഒന്നും നിങ്ങളെ കാണിക്കാറില്ല. അതുപോലെ പോണോഗ്രഫി എന്ന് പറയുന്ന അഡൾട്ട് എൻ്റർടൈൻമെൻറ്റിനുള്ളതാണ്. അവർ കണ്ടാലും മൈനസ് പോയിന്റ്സ് ഉണ്ട് കാര്യത്തിൽ. അപ്പോൾ കുഞ്ഞിങ്ങനെ എപ്പോഴും ഇരുന്ന് കാണുമൊന്നും വേണ്ട. ക്യൂരിയോസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കും, നമുക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്. കാരണം ചിലപ്പോൾ കാണുന്നത് തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും, വയലൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമായിരിക്കും, അൺനാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പോൾ എന്തുണ്ടെങ്കിലും ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കുക. അതിൻ്റെ സ്പേസ് ഉണ്ട് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. എന്ന് വെച്ചാൽ നാളെ അവരൊന്നും കാണത്തില്ല എന്നോ, നമ്മൾ വീട്ടിൽ ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞ് നെയ്ബറുടെ വീട്ടിൽ പോയി കാണത്തില്ല എന്നോ ഒന്നും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ അതിൻ്റെ സ്പേസ് ഉണ്ട്. എൻ്റെ വീട്ടിൽ ഈ ടൈപ്പ് കോൺവെർസേഷൻസിനെ ഷെയിം ചെയ്യാറില്ല, ജഡ്ജ് ചെയ്യാറില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ആൾ ഒരു അതിര് വിട്ട ബിഹേവിയറിലോട്ട് പോകാൻ സാധ്യത കുറവാണ്. കാരണം എന്താണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്ന പെയിനിൽ നിന്നും റിലീവ് ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ്. ഒരു പെയിൻ ഉണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളതാണ് നമ്മൾ അഡിക്റ്റീവ് ബിഹേവിയേഴ്സിലോട്ട് പോകുന്നത്. പെയിൻ ഇല്ലെങ്കിലോ അഡിക്ഷൻ ഉണ്ടാവേണ്ട ചാൻസ് കുറവല്ലേ. അപ്പം വീട്ടിൽ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക ടു ഹാവ് എനി കൈൻഡ് ഓഫ് കോൺവെർസേഷൻസ്. ആൻഡ് സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യം, നമ്മൾ 2 കാര്യങ്ങൾ സംസാരിക്കണം കുട്ടിയോട്. ഒന്ന് ഫാക്ട്, രണ്ടാമത്തേത് വാല്യൂ സിസ്റ്റം. സോ ഇപ്പം എന്ത് ടോപ്പിക്ക് തന്നെ ആയിക്കോട്ടെ, ഇപ്പം സെക്സ് അല്ലെങ്കിൽ ലവ് മേക്കിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. മെയിൽ, ഫീമെയിൽ, സ്പെർം, എഗ്, ബേബി. വാല്യൂ സിസ്റ്റം എന്താണ്? It's only something that adults do with their adult bodies, because adult bodies are ready to have babies, right? It's a value. So it's not for children, not for children, right? ഒരു അഡൾട്ടോ ഒരു ചൈൽഡോ ഒരു ടീനേജറോ ആരും ആ ഒരു സെക്ഷുവൽ ഇൻറ്റൻറ്റിൽ അപ്രോച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള കോൺവെർസേഷൻസ് ആളുകൾ പറയുമ്പോൾ ഈ സെക്സ് എന്താണെന്നുള്ള ബേസിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാത്ത കുട്ടിക്ക് സെക്ഷുവൽ എന്താണെന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാവുക? അതാണ് ഈ സെക്സ് അബ്യൂസ് ക്ലാസ്സുകളുടെ ഒരു ഫെയിലിയറിന് വലിയൊരു കാര്യം. പോയി അബ്യൂസ് ക്ലാസ്സസിന് അവയർനെസ് ഒക്കെ എടുത്തുകൊണ്ട് വരും, പക്ഷേ സെക്സ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. സെക്ഷൽ അബ്യൂസിലോട്ട് പോകും. ഞാൻ ക്ലാസ്സിൽ പറയാറുള്ള കാര്യം, ഈ സെക്സ് എന്ന് പറയുന്ന ഒരു സണ്ണാണെന്നുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്ലാനറ്റ്സ് ആണ് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ. അപ്പോൾ ഈ കോർ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താലേ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. കോൺട്രസെപ്ഷനോ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇതുമായിട്ടല്ലേ ലിങ്ക് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്താണെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതെങ്ങനെ പറയും? ഇപ്പോൾ പോൺ അഡ്രസ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പേരൻസിൽ നിന്ന് വരുമ്പോൾ അതാ പറയുന്നത്, മാം ഇങ്ങനെ കണ്ടു, എന്താ ചെയ്യണ്ടേ? ഞാൻ ഹിസ്റ്ററി നോക്കി, കുറേ സൈറ്റ്സിലോട്ട് പോയിട്ടുണ്ട്. ശരിയടാ, നീ സെക്സ് പற்றி பேசியிருக்கீங்களா? பேசல. അപ്പോൾ സെക്സ് പற்றி பேசாமல் எப்படிரா போன் பற்றி பேசுறது? ഹൗ വിൽ യു ടോക്ക് അബൌട്ട് പോൺ വിതൗട്ട് ടോക്കിംഗ് അബൌട്ട് സെക്സ്? സോ യു ഹാവ് ടു ഹാവ് ദ കോൺവെർസേഷൻ സം ടൈം ഓർ ദ അതർ. പിന്നെ വളർന്ന കുട്ടി എന്നുള്ളൊരു എക്സാമ്പിൾ ചോദിച്ചത് കൊണ്ട് ബുക്സ് ഉണ്ട്, ദേ നോ ഹൗ ടു റീഡ്. സോ ക്രിയേറ്റ് എൻ എൻവയൺമെൻറ്റ് വെയർ യു ക്യാൻ ഹാവ് കോൺവെർസേഷൻസ്. ഇനിയിപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മേ ബി ഫസ്റ്റ് തിങ് ടു ഡു ഇസ് അപ്പോളജൈസ് ടു ദ ടീനേജർ that you had to do some basic things as a parent. ഞാൻ ചെയ്യേണ്ട കാര്യമായിരുന്നു, ഞാൻ ഓർത്തില്ല. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നൊരു ഞാൻ ഇതാ പറയാറ് കേട്ടോ, ഞാൻ ഇന്നൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, അവിടെ ഒരു മാഡം ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു, അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ നിന്നോട് ഇനി മുതൽ ഓപ്പണായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. നമുക്ക് പയ്യെ കോൺവെർസേഷൻസ് ഒക്കെ ആവാം, കുഴപ്പമില്ല, ചില ബുക്സൊക്കെ വാങ്ങിച്ചു തരാം എന്നൊരു ആ ഒരു വിൻഡോ ഒന്ന് ഇത്തിരി തുറന്നിട്ടാൽ മതി, പിന്നെ അതങ്ങ് ഓപ്പൺ ആയിക്കോളും. സോ ക്രിയേറ്റ് ദറ്റ് സ്പേസ് ആൻഡ് ടുമോറോ സംതിങ് വിൽ ഹാപ്പൻ. ആരെങ്കിലും ഫോൺ ചെയ്ത് എന്തെങ്കിലും പറയുമോ, ആരെങ്കിലും വീട്ടിൽ വരുന്ന ഒരു റിലേറ്റീവ് ബോഡി ഷെയിം ചെയ്യുമോ, ടി വിയിൽ ഒരു പരിപാടി കാണുമ്പോൾ എന്തെങ്കിലും സംസാരിക്കോ, അല്ലെങ്കിൽ ന്യൂസിൽ അബോർഷൻ എന്ന് വരുമോ, എന്തെങ്കിലുമൊക്കെ വരും. അന്നേരം ആ കോൺവെർസേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളേ ഉള്ളൂ. പിന്നെ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, നമുക്കിരുന്ന് ഒരുമിച്ച് ഇത് എന്താണെന്നുള്ളത് പഠിക്കാം. അപ്പം അതേ ക്യൂരിയോസിറ്റി പേരൻറ്റിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബോത്ത് ഓഫ് ദം ക്യാൻ ലേൺ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഫാക്റ്റും വാല്യൂവും കൂടെ പറയുക. നിങ്ങളുടെ വാല്യൂ സിസ്റ്റം എന്താണ്, പേഴ്സണൽ വാല്യൂ സിസ്റ്റം എന്താണ് റിഗാർഡിങ് പീരിയഡ്സ് ഓർ കോൺട്രസെപ്ഷൻ ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, അഡോപ്ഷൻ, നിങ്ങളുടെ പേഴ്സണൽ വാല്യൂ സിസ്റ്റമും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ആ വാല്യൂ സിസ്റ്റം തന്നെ ഈ കുട്ടി കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. ടീനേജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ ഓൺ വാല്യൂ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലൈക്ക് ഈ കുഞ്ഞുങ്ങളെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിസ്സിങ് സീൻ വരുമ്പോൾ പണ്ട് കണ്ണ് പൊത്തുന്നൊരു പരിപാടിയുണ്ട്. പണ്ടല്ല, ഇപ്പോഴും പുത്താറൊക്കെ ഉണ്ട്. ആക്ച്വലി അവിടെ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? പരമാവധി കണ്ടന്റ് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. കണ്ടന്റ് കാണിച്ചാലാണല്ലോ പ്രശ്നം. ഇപ്പം നമ്മളുടെ അഡൾട്ട് മൂവീസ് അല്ലെങ്കിൽ എക്സ്ട്രീംലി റൊമാൻറ്റിക് സെക്ഷലി ഇൻറ്റൻറ്റ് ഉള്ള മൂവീസൊക്കെ നമ്മൾ ഡോണ്ട് സീ ഇറ്റ് വൈൽ ദ ചൈൽഡ് ഇസ് അറൗണ്ട്, ബിക്കോസ് അവരുടെ സബ് കോൺഷ്യസ് ഇസ് ഓൾവേസ് അലേർട്ട്. സോ ഫസ്റ്റ് തിങ്,
ട്രൈ ടു നോട്ട് ഷോ. ബിക്കോസ് ഐ നോ ഫാമിലീസ് കേട്ടോ, ടി വി ഒന്നും ഇല്ലാത്ത ഫോൺ ഡിസിപ്ലിൻ ഉള്ള ഫാമിലീസിനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റും. പക്ഷെ അത്ര സ്ട്രോങ് ഡിസിപ്ലിൻ വേണം. ഇറ്റ് ഷുഡ് ബി എ ലൈഫ് സ്റ്റൈൽ ചോയ്സ് ഫോർ ദ പേരൻറ്റ്. നമ്മൾ ടി വി വാങ്ങിക്കുന്നില്ല, നമുക്ക് രാത്രിയിൽ കാണാൻ തോന്നുന്നു, നമ്മുടെ ലാപ്ടോപ്പിൽ രാത്രി കുട്ടി ഉറങ്ങിയിട്ട് നമ്മൾക്ക് കാണാം. ടി വി ഉണ്ടെങ്കിലല്ലേ അത് കാണത്തുള്ളൂ. അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് അത്ര എക്സ്ട്രീമിലോട്ട് പോകാൻ പറ്റത്തില്ല, ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിലും പരമാവധി അഗൈൻ അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഹാവ് എ കോൺവെർസേഷൻ അബൌട്ട് ഇറ്റ്. അന്നേരം തന്നെ ആവണമെന്നില്ല. നെക്സ്റ്റ് ഡേ നിങ്ങൾ എപ്പോഴെങ്കിലും കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതെ ഇന്നലെ ഒരു ഇത് കണ്ട് എല്ലാവരും ഇത്തിരി ഓക്വേർഡ് ആയില്ലേ, അതെന്താ സംഭവം എന്നറിയോ, ദാറ്റ് ഷീ ഗോട്ട് പ്രഗ്നന്റ്, അതാണ് അങ്ങനെ കാണിച്ചത്. ആ ഒരു കോൺവെർസേഷൻ നമ്മൾ എടുത്ത് നമ്മളായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് എടുക്കുക. അന്നേരം കുട്ടി ഒന്നും ചോദിച്ചില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പറയണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ബിക്കോസ് ഇൻട്രോവേർട്ടഡ് കിഡ്സ് ഒന്നും അങ്ങനെ ഉടനെ ചോദിക്കത്തില്ല. ചില കിഡ്സ് ചോദിക്കും, അതെന്താന്ന് ചിലപ്പോൾ ചോദിക്കും. ചില കിഡ്സ് ഇങ്ങനെ മൈൻഡിൽ, എൻ്റെ മോളൊക്കെ ഇൻട്രോവേർട്ടർ, മൈൻഡിൽ പ്രോസസ്സ് ചെയ്തിട്ട് 2 days കഴിഞ്ഞിട്ടാണ് ഭയങ്കര ഒരു ക്വസ്റ്റ്യനോട് വരും. ഞാൻ എവിടെ കണ്ടു, ആരെ കണ്ടു. സോ ദെൻ ഐ ഹാവ് ടു ഗോ ബാക്ക് ടു വാട്ട് ഹാപ്പൻഡ്. സോ നമ്മൾ ടേക്ക് ഇനിഷ്യേറ്റീവ് ടു പ്രൊആക്റ്റീവ്ലി ഹാവ് കോൺവെർസേഷൻസ്. മുമ്പേ തന്നെ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഒരുപടി നമ്മൾ കുട്ടിയുടെ സെർച്ച് എഞ്ചിൻ ആവുക എന്നുള്ളതാണ്. അവർ ഗൂഗിളിനെ ഇത് ചെയ്യുന്നതിന് മുമ്പ്, ഡിപ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വാ, എനിക്കങ്ങനെ അറിയത്തൊന്നുമല്ലോ, എന്നാലും ഞാൻ അത് പഠിച്ച് അതെന്താണെന്നുള്ളത് പറഞ്ഞു തരാം, വാല്യൂ സിസ്റ്റമോട് ചേർന്ന് ഞാൻ പറഞ്ഞു തരാം എന്നുള്ളത്. അല്ലെങ്കിൽ വളർന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ബുക്സ് ആർ അവൈലബിൾ. പിന്നെ ബുക്സും കണ്ടന്റ് എന്താണെന്ന് നോക്കിയിട്ട് വാങ്ങിച്ചു കൊടുക്കുക. ഇന്ത്യൻ ബുക്സൊക്കെ ഇപ്പോൾ ഒത്തിരി വന്നിട്ടുണ്ട്. മെൻസ്ട്രോപീഡിയ ഉണ്ട് ഗേൾസിന്, പ്യൂബർട്ടിയുടെ. ബോയ്സിന് ഗുലു എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. നിയതി ഷാ ബുക്ക് എഴുതിയിട്ടുണ്ട് ഗേളിനും ബോയ്ക്കും. പ്യൂബർട്ടി ബുക്സും ടീനേജ് ബുക്സും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക. അതിൽ നിന്നും ദേ ക്യാൻ റീഡ് ആൻഡ് ദേ ക്യാൻ ഗെറ്റ് ബാക്ക് വിത്ത് ക്വസ്റ്റ്യൻസ്. അങ്ങനെ ചെയ്യാം. ടി വിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സെക്സ് റേപ്പ് അതിന്റെ ബൗണ്ടറീസ് എന്താണ് ഈ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സേഫ് ആൻഡ് അൺസേഫ് ടച്ചിനെ പറ്റിയൊക്കെ സംസാരിച്ചു. പക്ഷെ അതിനപ്പുറത്തോട്ടാണ് ഇപ്പോൾ ഈ റേപ്പിന്റെ കാര്യം വരിക. അതെങ്ങനെ നമുക്ക് കുട്ടികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഞാൻ ആദ്യം ഒരു എക്സ്പീരിയൻസ് പറയാം, എന്നിട്ട് നമുക്ക് അതിലോട്ട് വരാം. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാജിനിസ്മസ് ഹീലിംഗ് പ്രോഗ്രാം ഉണ്ട്. വാജിനിസ്മസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ആയിട്ടുള്ള തോട്ട് വന്നാലോ, ഒരു മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യണം എന്നുള്ള തോട്ട് വന്നാലോ, അല്ലെങ്കിൽ സെക്ഷൽ ഇൻട്രാക്ഷനിലോട്ട് കടക്കുമ്പോഴോ വജൈനൽ മസിൽസ് ടൈറ്റ് ആവുന്ന ഒരു ഫിനോമിനനാണ് വാജിനിസ്മസ്. വാജിനിസ്മസ് ഹീലിംഗ് പ്രോഗ്രാം പറഞ്ഞ ഒരു 8 weeks ഒരു പ്രോഗ്രാം നമുക്കറിയാവുന്ന ഒരു ഡോക്ടർ ചെയ്യുന്നുണ്ട്, ഡോക്ടർ തരു ജിന്തൽ എന്ന് പറഞ്ഞു. തരു മാം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ഹീലിംഗ് പ്രോഗ്രാമിൽ വരുന്ന കുറേ വിമൻ അവർ അണ്ടർലൈങ് സൈക്കോളജിക്കൽ റീസൺസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം, കുറേ വിമൻ കോമൺ ആയിട്ട് പറഞ്ഞത് അവരുടെ ഗ്രോയിങ് അപ്പ് ഇയേഴ്സിൽ, അതായത് 14, 15, 16 സമയത്ത് വന്ന ന്യൂസ് ആർട്ടിക്കിൾസും ന്യൂസ് മീഡിയയിൽ നിന്ന് വന്ന ഇൻഫർമേഷനും അവരെ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരു സമയത്ത് മാമിനെ ഷീ ഹാഡ് ഒരു ബാച്ചിൽ ഒരു 6-7 പേര് ഹു ഹാവ് കോമൺലി കോട്ടഡ് നിർഭയ ന്യൂസ്. അപ്പം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ റോഡ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ടോർച്ചർ ആയിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പം സെക്സ് എന്ന് വെച്ചാൽ തന്നെ ടോർച്ചർ ആണെന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് സബ് കോൺഷ്യസിന് തോന്നുന്നത്. അപ്പോൾ ഇതെന്തോ ഒരു ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിക്കുന്നത് എന്നുള്ള തോട്ടിൽ തന്നെ അവർക്ക് അവേർഷൻ വന്നു എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ അവർ ക്ലിയർ ചെയ്യേണ്ടി, ആ ട്രോമയൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വന്നു. അതായത് നമ്മൾ കേൾക്കുന്ന വാക്കുകൾ, നമ്മൾ കേൾക്കുന്ന ന്യൂസ് ആർട്ടിക്കിൾസ്, സിനിമയിൽ കേൾക്കുന്ന ഡയലോഗുകൾ എല്ലാം സബ് കോൺഷ്യസിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും. അത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ സോളിഡിഫൈ ആയിട്ട് ചിലപ്പോൾ കിടക്കും. ആ തോട്ട് പ്രോസസ് ആയിരിക്കും നമ്മളുടെ നാളത്തെ ഒരു സംഭവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന കാര്യം. സോ ഇന്ന് കുട്ടികൾ എന്തൊക്കെയാണ് കേൾക്കുന്നത് എൻവയൺമെൻറ്റിൽ നിന്നും, ഇപ്പം ന്യൂസിലൊക്കെ അബോർഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് വരുവാണെന്നുണ്ടെങ്കിൽ, പുതിയ വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഹാവ് എ കോൺവെർസേഷൻ അബൌട്ട് ഇറ്റ്. കഴിയുന്നതും നമ്മളും ട്രോമ ഇൻഫോംഡ് ആയിട്ട് നിൽക്കുക. ട്രോമ ഇൻഫോംഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഉള്ളിലൊരു നെർവസ് സിസ്റ്റം ഉണ്ട്. ആ നെർവസ് സിസ്റ്റത്തിന് ഒരു ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് മോഡുണ്ട്, ഒരു റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡുണ്ട്. രണ്ടും ഉണ്ട്, സിമ്പത്തറ്റിക്, പാരസിമ്പത്തറ്റിക്. ഇത് രണ്ടും ഹാർമോണിയസ് ആയിട്ട് ഫംഗ്ഷൻ ആയാലേ ആസ് എ ഹ്യൂമൻ ബീങ് എൻ്റെ എല്ലാ ഓർഗൻസിനും വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും ഒരു ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് മോഡിലാണെന്നുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റം ഡിസ്റെഗുലേറ്റഡ് ആണെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ഒത്തിരി പാരസിമ്പത്തറ്റിക്കിലോട്ട് പോകുന്നതും ഡിസ്റെഗുലേഷൻ ആണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒന്നിനുള്ള എനർജി ഇല്ല, ഞാൻ ആകെ ഡൗൺ ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കോർട്ടിസോൾ, ഇത് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത്, ഒത്തിരി കോർട്ടിസോൾ, ഭയങ്കര ഇങ്ങനെ, അല്ലെങ്കിൽ ഒന്നുമില്ല, എനിക്ക് എണീക്കാൻ പോലും തോന്നുന്നില്ല. കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇത് ഡിപ്രഷനായിട്ടും ഇത് ആങ്സൈറ്റി ആയിട്ടും കാണാം. അപ്പം നെർവസ് സിസ്റ്റം ഡിസ്റെഗുലേറ്റഡ് ആണെങ്കിൽ തന്നെ അകത്ത് ട്രോമ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് ട്രോമ ഇൻഫോംഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഈ മോഡിലാണ്, അല്ലെങ്കിൽ
ഡൗൺ മോഡിലാണ്. അതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്തെടുക്കാനുള്ള പ്രാക്ടീസസ് നമ്മൾ ഡെയിലി ലൈഫിൽ കൊണ്ടുവരിക. അവിടെ ബ്രീതിങ് പ്രാക്ടീസസോ, നല്ല ഉറക്കം തന്നെ റെഗുലേറ്റ് ചെയ്യും നെർവ് സിസ്റ്റത്തിനെ. പിന്നെ ട്രോമ ഹീലിങ്ങിനുള്ള കാര്യങ്ങൾ, ഇന്ന് തെറപ്പിസ്റ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് അതിൻ്റെ സൊല്യൂഷൻസ്. അതുകൊണ്ട് തന്നെ ഈ വാജിനിസ്മസിൻ്റെ പ്രശ്നത്തിന് അവസാനം പോകുന്നത് സൈക്കോളജിസ്റ്റ് ഇമോഷണൽ ഇഷ്യൂ, ഇത് ബോഡി പ്രോബ്ലം അല്ല, ഇത് ഇമോഷണൽ പ്രോബ്ലമാണ്, ശരിക്കും അണ്ടർലൈൻ ട്രോമയാണ്. പിന്നെ കുറേ പേർക്ക് വാജിനിസ്മസ് അവർക്ക് വന്നിരിക്കുന്നത് സെക്ഷൽ അബ്യൂസിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് വാജിനിസ്മസ് വന്ന സ്ത്രീകളുണ്ട്. അതായത് എനിക്ക് മെന്ന് ട്രസ്റ്റ് ഇല്ല, അപ്പം എങ്ങനെ ഒരു മാൻ്റെ അടുത്ത് ഞാൻ ഓപ്പൺ അപ്പ് ആവും? ഇത് സെക്സ് റേപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് കേൾക്കുന്നത് എന്നുള്ളത്, ഇന്നയാളെ റേപ്പ് ചെയ്ത് പറയുമ്പം കൺസെൻറ്റ് ഇല്ലാത്തത് റേപ്പാണ് എന്നുള്ളത് കാര്യം നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ബിക്കോസ് ബോഡിയിൽ ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് അത് സെക്സ് ആവുന്നില്ല. സെക്സ് എന്ന് പറയുമ്പോൾ അതിൽ കൺസെൻറ്റ് വേണം, രണ്ടുപേരുടെ അഡൾട്ട്സ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പേസിലായിരിക്കണം എന്നേ ഉള്ളൂ. സ്കൂളുകളിലൊന്നും ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒത്തിരി കേസസ് കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും കൺസൾട്ടൻറ്റിനെയോ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് പിള്ളേർക്ക് ക്ലാസ് എടുപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളുടെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസിന് അവിടെ ആളില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ കത്താൻ ഒരു 10 ദിവസം എടുത്തെന്നിരിക്കും. അന്നേരം ആരുടെ അടുത്ത് പോയി ചോദിക്കും, പിന്നെ ഗൂഗിൾ അടിക്കും, അപ്പോൾ പോണിൻ്റെ ലിങ്ക് കിട്ടും. അങ്ങനെയാണ് കുളമായി പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ പേരൻസ് ആണ് മെയിൻ സെക്സ് എഡ്യൂക്കേറ്റേഴ്സ്. കാരണം അവിടുന്ന് നമുക്ക് ഫാക്റ്റും കൊടുക്കാൻ പറ്റും, വാല്യൂ സിസ്റ്റവും കൊടുക്കാൻ പറ്റും. സ്കൂളിൽ ഒരു ടീച്ചർക്ക് 30 കുട്ടികൾക്ക് വാല്യൂ സിസ്റ്റം കൊടുക്കാൻ പറ്റത്തില്ല. ആ 30 പിള്ളേരുടെ ഫാമിലിയിലും 30 കാര്യങ്ങളായിരിക്കും ചിലപ്പം വാല്യൂ ആയിട്ട് നിൽക്കുന്നത്. അപ്പം അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. രണ്ടാമത് സ്കൂളിൽ അങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺസെൻറ്റ്, ബൗണ്ടറീസ്, അട്ടോണമി, സേഫ്റ്റി, കുറച്ച് പീരിയഡ്സ്, പ്യൂബർട്ടി റിലേറ്റഡ് ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നന്നായിരിക്കും. ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ടീച്ചർ ഇതിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു ബയോളജി ടീച്ചർക്ക് തന്നെ എക്സ്ട്രാ ട്രെയിനിങ് കൊടുത്ത് അവരെ ആ സ്കൂളിൻ്റെ സേഫ്റ്റി എഡ്യൂക്കേറ്ററോ അങ്ങനെ എന്തെങ്കിലും ആക്കി എടുക്കാനുള്ള പരിപാടി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നന്നായിരിക്കും.